വെൽക്കം ടു യശോധൈജു പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മൾ നോക്കുന്നത് കെമിക്കൽ ബോണ്ടിങ് ആൻഡ് മോളിക്കുലർ സ്ട്രക്ചർ എന്ന് പറയുന്ന ഭാഗമാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. നമുക്കപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ കോസൽ ലെവിസ് അപ്രോച്ച് ടു കെമിക്കൽ ബോണ്ടിങ് ആണ് പറയുന്നത്. അതായത് കോസൽ എന്ന് പറഞ്ഞിട്ടുള്ളൂ, അതുപോലെ ലെവിസ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റുമാരുടെ ഈ എന്താണ് രണ്ട് ആറ്റങ്ങൾ ചേർന്നിട്ട് എങ്ങനെയാണ് അവിടെ കെമിക്കൽ ബോണ്ട് ഉണ്ടാകുന്നത് അതിനെ പറ്റിയിട്ടൊക്കെയുള്ള സ്റ്റഡീസാണ് ഈ ഒരു ചാപ്റ്ററിൽ സ്റ്റാർട്ടിങ്ങിൽ വരുന്നത്. അപ്പം നമുക്കിവിടെ ആദ്യം ഇവിടെ ഒരു കാര്യം പറയുന്നുണ്ട്. ഈ ലെവിസ് പിക്ചർ ചെയ്തത് ഒരു ആറ്റം എന്ന് പറയുന്നത് എങ്ങനെയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിനെ ഒരു കെർണലായിട്ടും അതുപോലെ കെർണലും പ്ലസ് ഒരു ഔട്ടർ ഷെല്ലും ഉള്ള ഒരു സംഗതിയായിട്ടാണ് ലെവിസ് പിക്ചറൈസ് ചെയ്തത്. അതായത് കെർണൽ എന്ന് പറയുമ്പോൾ ന്യൂക്ലിയസും ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസും ഇന്നർ ഇലക്ട്രോൺസും ചേർന്നതാണ് കെർണൽ. ഔട്ടർ ഷെല്ല് എന്ന് പറയുമ്പോൾ മാക്സിമം 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഔട്ടർ ഷെല്ലും. അപ്പോൾ കെർണലും ഇങ്ങനത്തെ മാക്സിമം 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള, അതായത് ഒരു സ്റ്റേബിൾ ഒക്ടറ്റ് ഫോം ചെയ്യാൻ പറ്റുന്ന ഔട്ടർ ഷെല്ലോട് കൂടിയ സിസ്റ്റത്തിനെയാണ് അദ്ദേഹം അങ്ങനെ ഒരു രീതിയിലാണ് ആറ്റത്തിനെ അദ്ദേഹം പിക്ചർ ചെയ്തത്. പിന്നീട് ലെവിസ് പോസ്റ്റുലേറ്റഡ് ദാറ്റ് ആറ്റംസ് അച്ചീവ് ദ സ്റ്റേബിൾ ഒക്ടറ്റ് വെൻ ദേ ആർ ലിങ്ക്ഡ് ബൈ കെമിക്കൽ ബോണ്ട്സ്. അപ്പോൾ അദ്ദേഹം പിന്നീട് പോസ്റ്റുലേറ്റ് ചെയ്തത് ഇതുപോലെ ആറ്റംസ് ഈ പറഞ്ഞ സ്റ്റേബിൾ ഒക്ടറ്റ്, അതായത് ഔട്ടറിൽ 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്ത് സ്റ്റേബിൾ ആവുന്ന കണ്ടീഷൻ കൈവരിക്കുന്നത് എങ്ങനെയാണ്? ബൈ കെമിക്കൽ ബോണ്ട് വഴിയാണ്. പിന്നെ അദ്ദേഹം ഈ അടുത്തൊരു കാര്യം പറഞ്ഞു, ലെവിസ് സിംബൽസിൽ വരുന്നതാണ് ഇൻ ദി ഫോർമേഷൻ ഓഫ് എ മോളിക്യൂൾ. ഒരു മോളിക്യൂൾ ഫോം ചെയ്യുമ്പോഴത്തേക്കും അവിടെ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്നത് ആകെപ്പാടെ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആണ്, അല്ലെ? ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ് ആണ്. അങ്ങനെ കെമിക്കൽ കോമ്പിനേഷനിൽ പങ്കെടുക്കുന്ന ഔട്ടർ ഷെൽ ഇലക്ട്രോൺസിനെയാണ് വാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. പിന്നെ ഈ ലെവിസ് സിംബൽസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള എന്താണ്, ജി.എൻ. ലെവിസ് ആൻഡ് അമേരിക്കൻ കെമിസ്റ്റ് ഇൻട്രൊഡ്യൂസ്ഡ് സിമ്പിൾ നൊട്ടേഷൻസ് ടു റെപ്രസെൻറ്റ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ആൻ ആറ്റം. ഒരു ആറ്റത്തിൻ്റെ വാലൻസ് ഇലക്ട്രോണിനെ കാണിക്കാൻ വേണ്ടിയിട്ട്, നൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു സിമ്പിൾ രീതിയാണ് ലെവിസ് സിംബൽസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ലിഥിയം കണ്ടോ, ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം 3 ആണല്ലേ, 3. സോ അതിൻ്റെ ആദ്യത്തെ ഷെല്ലിൽ 2 ഇലക്ട്രോണും പിന്നെ എത്രയാണ്? 1 ഇലക്ട്രോണാണ്. അത് ഒരു സിംഗിൾ ഇലക്ട്രോൺ ആയിട്ടാണ് കിടക്കുന്നത്. സോ ആ സിംഗിൾ ഇലക്ട്രോണിനെയാണ് ഇവിടെ നോട്ടേറ്റ് ചെയ്തിരിക്കുന്നത്. ബെർലി ആണെങ്കിൽ എത്രാമത്തെയാണ് വരുന്നത്? ഹൈഡ്രജൻ, ഹീലിയം, ലിഥിയം, ബെറിലിയം 4ാമത്തെ ആളാണ്. സോ 4 ഇലക്ട്രോൺസ് ആണുള്ളത്. അപ്പോൾ ഇന്നർ ഷെല്ലിൽ 2 ഇലക്ട്രോണും ഔട്ടർ ഷെല്ലിൽ 2 ഇലക്ട്രോൺസും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ വാലൻസ് ഇലക്ട്രോൺ 2 ഇലക്ട്രോൺസ് ആണ് കാണിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നുണ്ട്, ജസ്റ്റ് നിങ്ങൾ റീഡ് ചെയ്ത് വെച്ചിരുന്നാൽ മതി. നമുക്കിനി ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഒക്ടറ്റ് റൂൾ ആണ്. ഒക്ടറ്റ് റൂൾ. കോസൽ ആൻഡ് ലെവിസ് ഇൻ 1916 developed an important theory of chemical combination between atoms known as electronic theory of chemical bonding. ഈ ആറ്റങ്ങളുടെ കെമിക്കൽ കോമ്പിനേഷനായിട്ട് ബന്ധപ്പെട്ട ഒരു തിയറി കൊണ്ടുവന്നു കോസൽ ആൻഡ് ലെവിസ്. എന്താണ്? ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നാണ് അറിയപ്പെടുന്നത്. According to this, atoms can combine either by transfer of valence electrons from one atom to another, gaining or losing, or by sharing of valence electrons in order to have an octet in their valence shells. This is known as octet rule. അപ്പോൾ ഈ ഒരു ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് അനുസരിച്ച്, ഈ ഒരു തിയറി അനുസരിച്ചിട്ട് എങ്ങനെയാണ് ആറ്റത്തിലെ 2 ആറ്റംസ് തമ്മിൽ കെമിക്കൽ കോമ്പിനേഷനിൽ വരുമ്പോൾ അവരുടെ ഔട്ടർ ഷെൽ ഇലക്ട്രോൺസ്, അതായത് വാലൻസ് ഇലക്ട്രോൺസ് ഒന്നുകിൽ നഷ്ടപ്പെടും അല്ലെങ്കിൽ ഗെയിൻ ചെയ്യും, കിട്ടും. ഇതും അല്ലെങ്കിൽ എങ്ങനെയായിരിക്കും? ഈ ഔട്ടർ ഷെല്ലിലെ വാലൻസ് ഇലക്ട്രോൺസിനെ പരസ്പരം ഈ റിയാക്ഷനിൽ വരുന്ന ആറ്റങ്ങൾ തമ്മിൽ ഷെയറിങ്ങും ചെയ്യും. അപ്പോൾ ഈ തരത്തിലൊക്കെയാണ് എന്ത് നടക്കുന്നത്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്തിനാണ്? അവരുടെ ഔട്ടർ ഷെല്ലിൽ 8 ഇലക്ട്രോൺസ് തികയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന രീതിയിലൊക്കെ കമ്പൈൻ ചെയ്യുന്നത്. സോ ഈ ഒരു ഇങ്ങനെ 8 ഇലക്ട്രോൺസ് തികയ്ക്കാൻ വേണ്ടി ചെയ്യുന്ന റൂളിനെ ഒക്ടറ്റ് റൂൾ എന്നും ഇത്തരത്തിലുള്ള കെമിക്കൽ കോമ്പിനേഷനെ പറഞ്ഞത് ഇലക്ട്രോണിക് തിയറി ഓഫ് കെമിക്കൽ ബോണ്ടിങ് എന്നുമാണ് പറഞ്ഞത്. ഓക്കെ. പിന്നെ കുറച്ച് സയൻറ്റിസ്റ്റിൻ്റെയൊക്കെ പേരുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്, എല്ലാം ഒന്ന് നോക്കി വയ്ക്കാം. ഇനി നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഇത് നോക്കാം. ഫോർമൽ ചാർജ് എന്താണെന്ന് നോക്കാം. ലെവിസ് ഡോട്ട് സ്ട്രക്ചേഴ്സ് ഇൻ ജനറൽ ഡു നോട്ട് റെപ്രസെൻറ്റ് ദ ആക്ച്വൽ ഷേപ്സ് ഓഫ് ദി മോളിക്യൂൾസ്. ഇൻ കേസ് ഓഫ് പോളി അറ്റോമിക് അയോൺസ് ദ നെറ്റ് ചാർജ് ഈസ് പൊസസ്ഡ്
by the ion as a whole and not by a particular atom. It is, however, feasible to assign a formal charge on each atom. The formal charge of an atom in a polyatomic molecule or ion may be defined as the difference between the number of valence electrons of that atom in an isolated or free state and the number of electrons assigned to that atom in the Lewis structure. It is expressed as formal charge. ഈ ഒരു ഇക്വേഷൻ നോക്കിയാൽ ഫോർമൽ ചാർജ് ഓഫ് ആൻ ആറ്റം ഇൻ ലിവിസ് സ്ട്രക്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് ഇൻ ദി ഫ്രീ ആറ്റം മൈനസ് ടോട്ടൽ നമ്പർ ഓഫ് നോൺ ബോണ്ടിങ്, അതായത് ലോൺ പെയർ ഇലക്ട്രോൺസ് മൈനസ് ഹാഫ് ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് ബോണ്ടിങ് ഇലക്ട്രോൺസ്. ജസ്റ്റ് ആ ഇക്വേഷൻ മാത്രം ഒന്ന് നമുക്ക് അതിൽ നിന്ന് ക്വസ്റ്റ്യൻ മാത്തമാറ്റിക്കലായിട്ട് വരുന്ന ചാൻസ് കുറവാണ്. ജസ്റ്റ് ഇതിലെന്താണ് ഈ ഒരു ഇക്വേഷൻ എങ്ങനെയെങ്കിലും റീഅറേഞ്ച് ചെയ്തൊക്കെ മാറ്റിമറിച്ചൊക്കെ തന്നിരിക്കും. സോ അതിന് കറക്റ്റായിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യാൻ മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഇനി ഇതിൽ കുറേ അധികം കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്, പക്ഷെ കൂടുതൽ പരീക്ഷയ്ക്ക് കണ്ടുവന്നിട്ടുള്ളത് ഇപ്പോൾ എൻതാൽപ്പിയൊക്കെ നിങ്ങൾ മുന്നേയും പഠിച്ചിട്ടുണ്ട്. ബോണ്ട് പാരാമീറ്റേഴ്സ്, ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യമായിട്ട് വരുന്നത്. ബോണ്ട് പാരാമീറ്റേഴ്സ്, ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ടേംസുകൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഇക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലെ എങ്ങനെയാണ് മോളിക്യൂളിൽ ബോണ്ടഡ് ആയിട്ടുള്ള രണ്ട് ആറ്റംസ് ചേർന്നാണല്ലോ മോളിക്യൂൾ ഉണ്ടാകുന്നത്. സോ അങ്ങനത്തെ രണ്ട് ആറ്റങ്ങളുടെ ന്യൂക്ലിയസുകൾ തമ്മിലുള്ള അകലമാണ് ബോണ്ട് ലെങ്ത്. ബോണ്ട് ലെങ്ത് ഈസ് ഡിഫൈൻഡ് ആസ് ദ ഈക്വിലിബ്രിയം ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ന്യൂക്ലിയൈ ഓഫ് ടു ബോണ്ടഡ് ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. അടുത്ത ടേം നോക്കേണ്ടത് ബോണ്ട് ആംഗിൾ ആണ്. ബോണ്ട് ആംഗിൾ ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ ആംഗിൾ ബിറ്റ്വീൻ ദ ഓർബിറ്റൽസ് കണ്ടെയ്നിങ് ബോണ്ടിങ് ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം ഇൻ എ മോളിക്യൂൾ ഓർ കോംപ്ലെക്സ് അയൺ. ഒരു മോളിക്യൂളോ അല്ലെങ്കിൽ കോംപ്ലെക്സ് അയണോ എന്തോ ആവട്ടെ, അവരുടെ സെൻട്രൽ ആറ്റത്തിനെ ചുറ്റിക്കൊണ്ട് നിൽക്കുന്ന ഇലക്ട്രോൺ പെയർസ് ഉണ്ടല്ലോ, ബോണ്ടിങ്ങിൽ നിൽക്കുന്ന ഇലക്ട്രോൺ പെയർസ്, ആ ഇലക്ട്രോൺ പെയർസ് അടങ്ങിയ ഓർബിറ്റലുകളുടെ ആംഗിളാണ്, ഓർബിറ്റൽസ് തമ്മിലുള്ള ആംഗിളാണ് ബോണ്ട് ആംഗിൾ എന്ന് പറയുന്നത്. ബോണ്ട് angle, it is defined as the angle between the orbitals containing bonding electron pairs around the central atom in a molecule or complex ion. ഇതിപ്പോൾ വാട്ടറിൻ്റെത് H2O കാണിച്ചിട്ടുണ്ട്. ബോണ്ട് ആംഗിൾ 104.5 ഡിഗ്രി ആണ്. സോ ഇത് ഇങ്ങനെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ചിട്ടുണ്ട് ഇവരുടെ ബോണ്ട് ആംഗിൾ എത്ര എന്നുള്ളത്. അടുത്ത പോയിന്റ് ബോണ്ട് എൻതാൽപ്പി. ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദി എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു ബ്രേക്ക് 1 mole ഓഫ് ബോണ്ട്സ് ഓഫ് എ പെർട്ടിക്കുലർ ടൈപ്പ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ ഗേഷ്യസ് സ്റ്റേറ്റ്. ഗേഷ്യസ് സ്റ്റേറ്റിലിരിക്കുന്ന ഒരു മോളിക്യൂൾ, അതിൻ്റെ എന്താണ് ആറ്റത്തിലെ ബോണ്ടുകൾ ഒരു 1 mole ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് ബോണ്ട് എൻതാൽപ്പി എന്ന് പറയുന്നത്. ഇനി ബോണ്ട് ഓർഡർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിൽ നിന്ന് മുന്നേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. ഇൻ ദി ലിവിസ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കോവാലന്റ് ബോണ്ട്, ദ ബോണ്ട് ഓർഡർ ഈസ് ഗിവൺ ബൈ ദി നമ്പർ ഓഫ് എ ബോണ്ട്സ് ബിറ്റ്വീൻ ദ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ. ഒരു മോളിക്യൂളിലുള്ള രണ്ട് ആറ്റംസ് തമ്മിലുള്ള ബോണ്ടുകളുടെ എണ്ണം, അതിനെയാണ് ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത്. ദ ബോണ്ട് ഓർഡർ ഫോർ എക്സാമ്പിൾ ഇൻ H2 എന്ന് പറയുമ്പോൾ വിത്ത് എ സിംഗിൾ ഷെയർഡ് ഇലക്ട്രോൺ പെയർ. H2 എന്ന് പറയുമ്പോൾ അവിടെ 2 ഹൈഡ്രജൻ ആറ്റംസ് ചേർന്നിട്ടാണ് H2 എന്ന് പറയുന്ന മോളിക്യൂൾ ഉണ്ടായിട്ടുള്ളത് അല്ലേ. അതുപോലെ O2ൽ 2 ഓക്സിജൻ മോളിക്യൂൾസ്, പിന്നെ അതുപോലെ ആൻറ്റിൻ The bond order for example in H2 with a single shared electron pair. ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര ഹൈഡ്രജൻ എത്ര എന്താണ് ഇലക്ട്രോൺസ് ആണുള്ളത്? 1 അല്ലേ. അതുപോലെ വേറൊരു ഹൈഡ്രജനും കൂടി വരുമ്പോഴത്തേക്കും അവിടെ നിന്നും 1 ഇലക്ട്രോൺ. സോ ഇവർ രണ്ടും കൂടി എന്താണ് കമ്പൈൻ ചെയ്തിട്ടാണ് H2 എന്ന് പറയുന്ന മോളിക്യൂളായിട്ട് മാറുന്നില്ലേ. അപ്പോൾ ഇവിടെ എന്താണ് ഒരു സിംഗിൾ ഷെയർഡ് ഇലക്ട്രോൺ പെയർ. ഇവിടുത്തെ ഷെയർ ചെയ്യുന്ന ഇലക്ട്രോൺ പെയറിൻ്റെ എണ്ണം എത്രയാണ്? 1 ആണ്. സോ ഇവരുടെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതുപോലെ ഓക്സിജനിലാണെങ്കിൽ 2, നൈട്രജനിലാണെങ്കിൽ അവിടെ 3 ബോണ്ടുകൾ വരും. സോ അവിടുത്തെ ബോണ്ട് ഓർഡർ എന്ന് പറയുന്നത് 3 ആണ്. ഇനി ഐസോ ഇലക്ട്രോണിക് മോളിക്യൂൾസ്, സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് കാണുന്ന മോളിക്യൂൾസ് ഇല്ലേ, ആൻഡ് അയോൺസ്, അങ്ങനത്തെ മോളിക്യൂൾസ് അയോൺസിനൊക്കെ ആണെങ്കിൽ ഹാവിങ് ഐഡൻറ്റിക്കൽ ബോണ്ട് ഓർഡർ, സെയിം ബോണ്ട് ഓർഡർ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഫോർ എക്സാമ്പിൾ F2 ആൻഡ് O22- ഹാവ് ബോണ്ട് ഓർഡർ 1
N2CO and NO plus have bond order 3. A general correlation useful for understanding the stabilities of molecules is that with increase in bond order, bond enthalpy increases and bond length decreases. So ഈ ഒരു പോയിന്റ് പഠിച്ചു വയ്ക്കുക. വിത്ത് ഇൻക്രീസ് ഇൻ ബോണ്ട് ഓർഡർ കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, ബോണ്ട് എൻതാൽപ്പി കൂടും ആൻഡ് ബോണ്ട് ലെങ്ത് ഡിക്രീസ് ചെയ്യും, ബോണ്ട് ലെങ്ത് കുറയും. ഓക്കെ, അപ്പോൾ ഇതാണ് അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. പിന്നെ ഇനി റെസൊണൻസ് സ്ട്രക്ചറൊക്കെ പറയുന്നുണ്ട്, ക്വസ്റ്റ്യൻസ് അധികം കണ്ടിട്ടില്ല. സോ നമുക്ക് പൊളാരിറ്റിയിലോട്ട് പോകാം. പൊളാരിറ്റി ഓഫ് ബോണ്ട്സ്. ആസ് എ റിസൾട്ട് ഓഫ് പോളറൈസേഷൻ the molecule possesses the dipole moment, which can be defined as the product of the magnitude of the charge and the distance between the centers of positive and negative charge. It is usually designated by a Greek letter mu. Mathematically, it is expressed as dipole moment mu is equal to charge q into distance of separation r. Okay, dipole momentന്റെ ഇക്വേഷൻ ഇങ്ങനെ എടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത് ചാർജിൻ്റെയും അതുപോലെ അവരുടെ ഡിസ്റ്റൻസ് ഓഫ് സെപ്പറേഷൻ്റെയും മൾട്ടിപ്ലിക്കേഷനാണ് ഡൈപോൾ മൊമെന്റ് എന്ന് പറയുന്നത്. ഇനി ഡൈപോൾ മൊമെന്റിന്റെ യൂണിറ്റ് ചോദിച്ചിട്ടുണ്ട്. ഡിബേ യൂണിറ്റ്സ് ആണ്. ക്യാപിറ്റൽ ഡി ആണ് കാണിക്കുന്നത്. ഒരു ഡൈപോൾ മൊമെന്റ് എന്ന് പറയുമ്പോൾ 3.33564 ഇൻറ്റു 10⁻⁻30 കൂളൂം മീറ്റർ ആണ്. ഇതിൻ്റെ യൂണിറ്റ് കൂളൂം മീറ്റർ. ഇനി ഇതിലൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാനാണെങ്കിൽ ഒരുപാടുണ്ട്. നമുക്ക് സിലബസ് ഒന്ന് നോക്കാം, അനലൈസ് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പോവാം. ഇനി ഇതിലെ വാലൻസ് ഷെൽ ഇലക്ട്രോൺ തിയറി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. VSEPR തിയറി എന്ന് പറയും. VSEPR തിയറി, വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർ റിപ്പൽഷൻ തിയറി. ആസ് ഓൾറെഡി എക്സ്പ്ലെയിൻഡ്, ലിവിസ് കോൺസെപ്റ്റ് ഈസ് അണേബിൾ ടു എക്സ്പ്ലെയിൻ ദ ഷേപ്പ് ഓഫ് മോളിക്യൂൾസ്. അപ്പോൾ ഈ ലിവിസ് കോൺസെപ്റ്റ് വെച്ചിട്ട് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് നിർണ്ണയിക്കാൻ പറ്റിയിട്ടില്ല. ദിസ് തിയറി പ്രൊവൈഡ്സ് എ സിമ്പിൾ പ്രൊസീജിയർ ടു പ്രിഡിക്റ്റ് ദ ഷേപ്സ് ഓഫ് കോവാലൻ്റ് മോളിക്യൂൾസ്. അപ്പോൾ ഈ പറയുന്ന VSEPR തിയറി വെച്ചിട്ട് എങ്ങനെയാണ് കോവാലൻ്റ് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റും. സിഡ്വിക് and Powell in 1940 proposed a simple theory based on the repulsive interactions of the electron pairs in the valence shell of the atoms. ഈ പറയുന്ന സിഡ്വിക്കും പവൽ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് സയൻറ്റിസ്റ്റ് എന്ത് ചെയ്തു, ഒരു തിയറി പ്രപ്പോസ് ചെയ്തു. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ്റത്തിലെ വാലൻസ് ഷെല്ലിൽ കാണുന്ന ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെ ബേസിലാണ് ഈ ഒരു തിയറി വന്നത്. ഇറ്റ് വാസ് ഫർദർ ഡെവലപ്ഡ് ആൻഡ് റീഡിഫൈൻഡ് ബൈ നയോം ആൻഡ് ഗിലപ്സി. നയോമും ഗിലപ്സിയാണ് പിന്നീട് ഈ ഒരു VSEPR തിയറീനെ റീഡിഫൈൻ ചെയ്ത് എടുത്തത്. അപ്പം മെയിൻ പോസ്റ്റുലേറ്റ്സ് ഓഫ് VSEPR തിയറി വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്ന്, ദ ഷേപ്പ് ഓഫ് എ മോളിക്യൂൾ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ നമ്പർ ഓഫ് വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയർസ് അറൗണ്ട് ദ സെൻട്രൽ ആറ്റം. അപ്പോൾ ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ് വരുന്നത്, ഷേപ്പ് എന്തിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്, അതിൽ ആ ഒരു സെൻട്രൽ ആറ്റത്തിൻ്റെ ചുറ്റിലായിട്ട് കാണുന്ന വാലൻസ് ഷെൽ ഇലക്ട്രോൺ പെയറുകളുടെ, അതിപ്പം ബോണ്ടഡ് ആവാം അല്ലെങ്കിൽ നോൺ ബോണ്ടഡ് ആവാം. സോ ആ ഇലക്ട്രോൺ പെയർസിനെ ഡിപ്പെൻഡ് ചെയ്യും ഒരു മോളിക്യൂളിൻ്റെ ഷേപ്പ്. രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദി വാലൻസ് ഷെൽ റിപ്പൽ വൺ അനദർ സിൻസ് ദെയർ ഇലക്ട്രോൺ ക്ലൗഡ്സ് ആർ നെഗറ്റീവ്ലി ചാർജ്ഡ്. ഈ പറയുന്ന വാലൻസ് ഷെല്ലിലെ ഇലക്ട്രോൺ പെയർസ് റിപ്പൽ ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്ന് വെച്ചാൽ ആ ഭാഗത്ത് ഇലക്ട്രോൺ ക്ലൗഡുകൾ, റിച്ചായിട്ട് ഇലക്ട്രോൺ ക്ലൗഡുകൾ ഉണ്ടാവും. ആ ഇലക്ട്രോണിൻ്റെ ഫുള്ള് ചാർജ് നെഗറ്റീവ് അല്ലേ. സോ ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്ന് പറയുമ്പോൾ അവിടെ ഫുൾ ഓഫ് നെഗറ്റീവ് ചാർജസ് ആണ്. സോ അവിടെ ഒരു റിപ്പൽഷൻ നടന്നുകൊണ്ടേയിരിക്കും. മൂന്നാമത്തെ പോസ്റ്റുലേറ്റിൽ പറയുന്നത്, ദീസ് പെയർസ് ഓഫ് ഇലക്ട്രോൺസ് ടെൻഡ് ടു ഓക്യുപ്പൈ സച്ച് പൊസിഷൻസ് ഇൻ സ്പേസ് ദാറ്റ് മിനിമൈസ് റിപ്പൽഷൻ ആൻഡ് ദസ് മാക്സിമൈസ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദം. അപ്പോൾ ഇത്തരത്തിലുള്ള ഇലക്ട്രോൺ പെയേഴ്സിൻ്റെ റിപ്പൽഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അവരെങ്ങനെയായിരിക്കും ആ റിപ്പൽഷനെ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള ഡിസ്റ്റൻസ് മാക്സിമൈസ് ചെയ്ത് വയ്ക്കുന്ന രീതിയിലായിരിക്കും അവരുടെ പൊസിഷൻ. അടുത്ത പോയിന്റ്, ദ വാലൻസ് ഷെൽ ഈസ് ടേക്കൺ ആസ് എ സ്ഫിയർ വിത്ത് ദി ഇലക്ട്രോൺ പെയേഴ്സ് ലോക്കലൈസിങ് ഓൺ ദി സ്ഫെറിക്കൽ സർഫസ് അറ്റ് മാക്സിമം ഡിസ്റ്റൻസ് ഫ്രം വൺ അനദർ. അപ്പോൾ വാലൻസ് ഷെല്ലിനെ ഒരു സ്ഫിയർ ആയിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ അവിടെയുള്ള ഇലക്ട്രോൺ പെയേഴ്സിനെ എങ്ങനെയായിരിക്കും ലോക്കലൈസ് ചെയ്തിരിക്കുക, ആ സ്ഫെറിക്കൽ സർഫസിൽ, ആ സ്ഫിയറിൻ്റെ സർഫസിൽ മാക്സിമം ഡിസ്റ്റൻസോട് കൂടിയായിരിക്കും വൺ അനദർ ഓരോ ഇലക്ട്രോൺ പെയേഴ്സിനെയും അറേഞ്ച് ചെയ്തിരിക്കുക. അടുത്ത പോയിന്റ്, എ മൾട്ടിപ്പിൾ ബോണ്ട് ഈസ് ട്രീറ്റഡ് ആസ് ഇഫ് ഇറ്റ് ഈസ് എ സിംഗിൾ ഇലക്ട്രോൺ പെയർ ആൻഡ് ദ 2 or 3 ഇലക്ട്രോൺ പെയേഴ്സ് ഓഫ് എ മൾട്ടിപ്പിൾ ബോണ്ട് ആർ ട്രീറ്റഡ് ആസ് എ സിംഗിൾ സൂപ്പർ പെയർ. ഓക്കെ, ഏതിനൊക്കെയാണ് സിംഗിൾ ഇലക്ട്രോൺ പെയർ ആയിട്ടും അതുപോലെ സിംഗിൾ സൂപ്പർ പെയർ ആയിട്ട് കണക്കാക്കുക എന്നുള്ളതാണ്.
അടുത്ത പോയിന്റ്, വേർ ടു ഓർ മോർ റെസൊണൻറ്റ് സ്ട്രക്ചേഴ്സ് ക്യാൻ റെപ്രസെൻറ്റ് എ മോളിക്യൂൾ ദ VSEPR മോഡൽ ഈസ് ആപ്ലിക്കബിൾ ടു എനി സച്ച് സ്ട്രക്ചർ. ഇവിടെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ദ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ ഓഫ് ഇലക്ട്രോൺ പെയർസ് ഡിക്രീസ് ഇൻ ദി ഓർഡർ. ഈ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ, ഇലക്ട്രോൺ പെയറുകളുടെ റിപ്പൾസീവ് ഇൻട്രാക്ഷൻ്റെ ഓർഡറാണ് നോക്കേണ്ടത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ലോൺ പെയർ അത് ബോണ്ടിങ്ങിലൊന്നും ഏർപ്പെടാത്ത ഇലക്ട്രോൺ പെയർസാണ് ലോൺ പെയർ. അങ്ങനെയുള്ള 2 ലോൺ പെയർസ് അടുത്തടുത്ത് നിന്ന് കഴിഞ്ഞാൽ അവരുടെ റിപ്പൽഷൻ വളരെ കൂടുതലായിരിക്കും. എന്തിനേക്കാളും? ഒരു ലോൺ പെയറും ഒരു ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷനേക്കാളും കൂടുതലായിരിക്കും 2 ലോൺ പെയർ തമ്മിലുള്ള റിപ്പൽഷൻ. അതുപോലെ ഇവരെക്കാളെല്ലാം കുറവായിരിക്കും ഒരു ബോണ്ട് പെയറും മറ്റൊരു ബോണ്ട് പെയറും തമ്മിലുള്ള റിപ്പൽഷൻ. ഓക്കെ, അപ്പോൾ ഏറ്റവും കൂടുതൽ റിപ്പൽഷൻ വരുന്നത് ഒരു ലോൺ പെയറും മറ്റൊരു ലോൺ പെയറും തമ്മിലുള്ള റിപ്പൽഷനിലായിരിക്കും. ഏറ്റവും കുറവ് റിപ്പൽസീവ് ഇൻട്രാക്ഷൻ വരുന്നത് ബോണ്ട് പെയറും തമ്മിലുള്ള ഇൻട്രാക്ഷനിലാണ് റിപ്പൽഷൻ കുറവായിട്ട് വരുന്നത്. ഇനി ഇതിൽ for the prediction of geometrical shapes of molecules with the help of VSEPR theory, it is convenient to divide molecules into 2 categories. ഈ VSEPR തിയറി വെച്ചിട്ട് നമ്മൾ ജോമെട്രിക്കൽ ഷേപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിൻ്റെ കൺവീനിയൻസിനനുസരിച്ച് മോളിക്യൂൾസിനെ രണ്ടായിട്ട് തിരിക്കുക. ഒന്ന്, മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാസ് നോ ലോൺ പെയർ. ഒരു മോളിക്യൂൾ എടുക്കുകയാണ്, അതിൻ്റെ സെൻട്രൽ ആറ്റത്തിൽ ഒരു ലോൺ പെയർസും ഇല്ല. രണ്ടാമത്തേത്, മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാസ് 1 or more ലോൺ പെയർസ്. അപ്പോൾ നമ്മൾ VSEPR തിയറി മെയിനായിട്ട് എങ്ങനെയാണ് ഒരു മോളിക്യൂളിൻ്റെ ജോമെട്രിക്കൽ ഷേപ്പ് പ്രെഡിക്റ്റ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ തന്നെ നമ്മൾ 2 രീതിയിൽ കണക്കാക്കുന്നുണ്ട്. ഒന്ന്, സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർസ് ഇല്ലാത്ത കണ്ടീഷൻസും, രണ്ടാമത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? സെൻട്രൽ ആറ്റത്തിൽ ഒന്നോ അതിലധികമോ ലോൺ പെയറുകൾ ഉള്ള കണ്ടീഷനാണ് നോക്കുന്നത്. അപ്പോൾ ഫോർ എക്സാമ്പിൾ AB2, AB3, AB4, AB5, AB6 എന്നൊക്കെ പറഞ്ഞിട്ട് ജസ്റ്റ് ഇപ്പോൾ BeCl2, ബെറിലിയം ക്ലോറൈഡിൽ ബെറിലിയത്തിന് A എന്നും അതുപോലെ ക്ലോറിന് B എന്നും കാണിച്ചു കഴിഞ്ഞാൽ ഈ സെൻട്രൽ ആറ്റം ബെറിലിയമാണ്. അതിൻ്റെ 2 അറ്റത്തായിട്ട് 2 ക്ലോറിനാണ് വന്നിരിക്കുന്നത് അല്ലേ. സോ ക്ലോറിൻ 2 പേരുള്ളതുകൊണ്ട് നമ്മളിവിടെ എങ്ങനെ പറയാം? AB2 ടൈപ്പ് ആണെന്ന് പറയാം. AB2 ടൈപ്പ് ആണെന്ന് പറയാം അല്ലേ. ഈ AB2 ടൈപ്പിൻ്റെ ഷേപ്പ് എന്താണ്? ലീനിയർ അല്ലേ, എല്ലാം ഒരേ ലൈനിലല്ലേ ഇരിക്കുന്നത്. സോ ലീനിയർ. അടുത്ത് നോക്കിയാൽ AB3 ടൈപ്പിന് എക്സാമ്പിൾ BF3 കാണിച്ചിട്ടുണ്ട്. BF3 B സെൻറ്ററിലും ബോറോൺ സെൻറ്ററിലും ചുറ്റിലായിട്ട് ഫ്ലൂറിനും ഉണ്ടല്ലേ. സോ ഇവിടെ എങ്ങനെയാണ് ഇവരുടെ ഷേപ്പ് എന്ന് പറയുന്നത്? ട്രൈഗണൽ പ്ലനാർ. അടുത്ത AB4 ടൈപ്പിന് എക്സാമ്പിൾ CH4 ആണ് കാണിച്ചിരിക്കുന്നത്. ഷേപ്പ് ടെട്രാഹിഡ്രൽ. അതുപോലെ PCl5 AB5ൻ്റെ ടൈപ്പിലാണ് കാണിച്ചിരിക്കുന്നത്. എന്താണ്? ട്രൈഗണൽ ബൈ പിരമിഡൽ. സോ ഇതൊക്കെയാണ് എക്സാമ്പിൾസ് വരുന്നത്. ഇനി ഇതിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് ജോമെട്രി ഓഫ് മോളിക്യൂൾസ് ഇൻ വിച്ച് ദ സെൻട്രൽ ആറ്റം ഹാസ് നോ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ്. നമ്മളിപ്പോൾ പറഞ്ഞു ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ 2ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന്, സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർ ഒന്നും ഇല്ലാത്ത അവസ്ഥയും, രണ്ടാമത്തേത് സെൻട്രൽ ആറ്റത്തിൽ ലോൺ പെയർസ് ഉണ്ടെങ്കിലുള്ള അവസ്ഥയാണ്. അപ്പോൾ ആദ്യം നമുക്ക് ലോൺ പെയർ ഇല്ലാത്ത സെക്ഷൻ നോക്കാം. ഇവിടെ ആദ്യത്തെ കോളത്തിൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസും, രണ്ടാമത്തേതിൽ അറേഞ്ച്മെൻറ്റ് ഓഫ് ഇലക്ട്രോൺ പെയർസും, മൂന്നാമത്തേതിൽ മോളിക്കുലർ ജോമെട്രിയും, നാലാമത്തേത് എക്സാമ്പിളുമാണ്. ഇത് ഇത്രയും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ പഠിക്കാനായിട്ട്. ഇതിൽ നിന്ന് മൊത്തത്തിൽ ഈ ചാപ്റ്ററിൽ നിന്ന് ബോണ്ട് ഓർഡറിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ചില സ്റ്റേറ്റ്മെൻറ്റുകൾ എടുത്തിട്ട് അതിൽ നിന്നുള്ള കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഏതൊക്കെയാണ് എന്ന് തിരഞ്ഞെടുക്കാനുള്ള ആ ഒരു ചോദ്യത്തിൻ്റെ ഒരു സാധ്യതയുണ്ട്. പിന്നെ വന്ന് കണ്ടിട്ടുള്ളത് ഹൈബ്രിഡൈസേഷൻ. ഒരു എക്സാമ്പിൾ തന്നിട്ട് ഒരു മോളിക്യൂളിൻ്റെ പേര് തന്നിട്ട് അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ് എന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഡയറി ഫാമിൻ്റെ എക്സാമിന് ചോദിച്ചിരുന്നത് ഹൈബ്രിഡൈസേഷൻ ഏതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഒരു എക്സാമ്പിൾ അന്ന് തന്നത് എഥിലീൻ എങ്ങാണ്ടോ ആണ് കേട്ടോ തന്നിരുന്നത്. സോ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്ന് പറയാനായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിയാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺ പെയർസ് 2 ഇലക്ട്രോൺ പെയർസ് ആണ്. സോ 2 ഇലക്ട്രോൺ പെയർസ് വരുമ്പോഴത്തേക്ക് 2 ബോണ്ടാണല്ലേ ഇവിടെ വരുന്നത്. 1, 2 ബോണ്ട്. ഈ ഷേപ്പ് എന്താണ്? ലീനിയർ ആണ് അല്ലേ. സോ നമുക്കിവിടെ എയും ബി എന്ന് വെച്ച് കാണിച്ചു കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന സെൻട്രൽ ആറ്റത്തിൽ ബി എന്ന് പറയുന്ന 2 ആറ്റംസ് ചേർന്നിട്ട് 2 ആറ്റംസ് വന്ന് ബൈൻഡ് ചെയ്യാണ്. സോ ഇവിടെ ലീനിയർ മോഡലാണ്, ലീനിയർ ജോമെട്രിയാണ് നമുക്ക് കിട്ടുന്നത്. എക്സാമ്പിൾ BeCl2, HgCl2. രണ്ടാമത്തേത് 3 ബോണ്ട്സ്, 3 ഇലക്ട്രോൺ പെയർസ് ഉള്ള ട്രൈഗണൽ പ്ലനാർ. എക്സാമ്പിൾ BF3. അടുത്തത് CH4, NH4+ എല്ലാം എങ്ങനെയാണ് വരുന്നത്? AB4 ടൈപ്പാണ്. അതിൻ്റെ സ്ട്രക്ചർ വരുന്നത്, ജോമെട്രിക്കൽ സ്ട്രക്ചർ എന്താണ്? ടെട്രാഹിഡ്രൽ
ഷേപ്പാണ്. അടുത്തത് PCl5 AB5ൻ്റെ സ്ട്രക്ചർ വരുന്നത് എങ്ങനെയാണ്? ട്രൈഗണൽ ബൈ പിരമിഡൽ. പിന്നെ SF6 അതായത് സെൻട്രൽ ആറ്റത്തിൽ 6 ആറ്റംസ് വന്ന് ലിങ്ക് ചെയ്തിട്ടുണ്ട്, ബോണ്ട് ചെയ്തിട്ടുണ്ട്. സോ അപ്പോൾ കിട്ടുന്ന ഷേപ്പാണ് ഒക്ടാഹെഡ്രൽ. ഇതെങ്ങനെയാണ്? ഇവിടെ ലോൺ പെയേഴ്സ് ഒന്നും ഇല്ല, ഉള്ള ഇലക്ട്രോൺസ് എല്ലാം ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഷേപ്പുകൾ കിട്ടുന്നത്. ഇനി ഷേപ്പ് ഓഫ് സം സിമ്പിൾ മോളിക്യൂൾസ് ഓർ അയോൺസ് വിത്ത് സെൻട്രൽ അയോൺസ് ഹാവിംഗ് വൺ ഓർ മോർ ലോൺ പെയേഴ്സ് ഓഫ് ഇലക്ട്രോൺസ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ലോൺ പെയർ ഇലക്ട്രോൺസ് ഉണ്ടാവുമ്പോഴെങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. സി ഇവിടെ ഇപ്പോൾ ഈ ടൈപ്പ് നോക്കിക്കാം, AB2E. എ എന്ന് പറയുന്ന എന്ന് പറയുന്ന എന്താണ്? നമ്മുടെ ഇലക്ട്രോണും എ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ ആറ്റവും, B2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? 2 ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുള്ള ആറ്റംസ് ബി എന്നും, പിന്നെ അവിടുത്തെ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇ എന്ന് ഇവിടെ റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് ഇ. സോ ഇവിടെ എത്രയാണ്? AB2E എന്ന് പറയുമ്പോൾ ഇവിടെ നമ്മുടെ ജസ്റ്റ് മൂന്ന് ബോണ്ടുണ്ട് പ്ലസ് ഒരു ലോൺ പെയറും കൂടിയുണ്ട്. അപ്പോഴത്തെ ഇവിടെ ഷേപ്പ് എന്ന് പറയുന്നത് ബെൻഡ് ഷേപ്പാണ് കേട്ടോ, ബെൻഡ് ഷേപ്പാണ് വരുന്നത്. അപ്പോൾ അവിടെ ലോൺ പെയർ ഇല്ലായിരുന്നെങ്കിൽ അതൊരു ട്രൈഗണൽ പ്ലനാർ അല്ലേ, ട്രൈഗണൽ ഷേപ്പിൽ വരേണ്ടതാണ്. പക്ഷേ ഇവിടെ എന്താണ്? ബെൻഡ്, ഈ ഒരു ഇലക്ട്രോൺ എന്താണ്? ലോൺ പെയറും കൂടി വരുന്നതുകൊണ്ട് ഇത് ബെൻഡ് ഷേപ്പിൽ വരും. അതുപോലെ AB3E ആണെങ്കിലും എൻ്റെ കൂടെ 3 ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്. പ്ലസ് AB3E 3 ആറ്റംസ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ട്, പിന്നെ ഒരു ഇലക്ട്രോൺ എന്താണ്? ലോൺ പെയർ ഇലക്ട്രോണും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ട്രൈഗണൽ പിരമിഡൽ, എക്സാമ്പിൾ NH3. അതുപോലെ തന്നെ ബെൻഡ് ഷേപ്പിൽ വേറൊന്ന് വരുന്നുണ്ട്, AB3E2. 2 ലോൺ പെയേഴ്സ് വന്നിട്ട് 2 ബോണ്ടുകൾ വന്നാൽ പോലും ബെൻഡ് ഷേപ്പ് വരുന്നുണ്ട്, H2O ആണ് എക്സാമ്പിൾ. AB4E ആണെങ്കിൽ സീസോ ഷേപ്പ്, SF4 എക്സാമ്പിൾ. ClF3യിലാണെങ്കിൽ T ഷേപ്പാണ്, BrF3യിലെ സ്ക്വയർ പിരമിഡ്, XeF4ലെ സ്ക്വയർ പ്ലനാർ. അപ്പോൾ ഇത്രയും കഴിയുമ്പോൾ നമ്മൾ ലോൺ പെയർ വരുമ്പോഴുള്ള അവസ്ഥയും കഴിഞ്ഞു. ഇനി ലോൺ പെയറും അതുപോലെ തന്നെ ബോണ്ട് പെയറും ഒരുമിച്ച് വരികയാണ്. അങ്ങനെയാണെങ്കിൽ അത് ബോണ്ട് പെയറും ഉണ്ട്, ലോൺ പെയറും ഉണ്ട്. അങ്ങനത്തെ അവസ്ഥയിലും ഷേപ്പുകൾ എങ്ങനെയാണ് വരുന്നത്? AB2Eൻ്റെ ഷേപ്പ് ബെൻഡ്, AB3Eയുടെ ഷേപ്പ് ട്രൈഗണൽ പിരമിഡൽ, AB2E2ൻ്റെ ഷേപ്പ് ബെൻഡ്, AB4Eയുടെ ഷേപ്പ് സീസോ, AB3E2ൻ്റെ ഷേപ്പ് T ഷേപ്പ്. ഓക്കെ, അടുത്തത് വാലൻസ് ബോണ്ട് തിയറിയാണ്. The VSEPR theory gives the geometry of simple molecules, but theoretically it does not explain them, and also it has limited applications. To overcome these limitations, the 2 important theories based on quantum mechanical principles are introduced. These are valence bond theory and molecular orbital theory. VSEPRൽ ജസ്റ്റ് ജോമെട്രി മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ, ബാക്കി അതിൻ്റെ ബോണ്ടിങ് കാര്യങ്ങളൊന്നും ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല. സോ അതെല്ലാം പറയുന്ന അടുത്ത തിയറീസാണ് വാലൻസ് ബോണ്ട് തിയറിയും മോളിക്കുലർ ഓർബിറ്റൽ തിയറിയും. അതിൽ വാലൻസ് ബോണ്ട് തിയറി വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ഹെയ്റ്റ്ലർ ആൻഡ് ലണ്ടൻ. ഇതിനെ ഡെവലപ്പ് ചെയ്തത് പോളിങ്ങും മറ്റുള്ളവരുമാണ് ഡെവലപ്പ് ചെയ്തത്. സോ ഈ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് കുറേയധികം പോയിന്റ്സ് ഇവിടെ പുതിയ ടേംസ് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റും പൈ ബോണ്ട്, സിഗ്മ ബോണ്ട് ഒക്കെ പറഞ്ഞു വരുന്നുണ്ട്. ശരിക്കും നമ്മുടെ ഇത് നമ്മൾ ഈ ഓർബിറ്റൽ എന്താണ് വാലൻസ് ബോണ്ട് തിയറി മെയിൻലി നമ്മൾ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന അതിൻ്റെ ഫോർമേഷനായിട്ട് ബന്ധപ്പെട്ട തിയറിയാണ്. സോ ഇവിടെ നമുക്ക് പറയാം, ഒരു കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്നത് 2 ഓവർലാപ്പ് ചെയ്യുന്ന ഓർബിറ്റൽസ് തമ്മിൽ ഓക്കെ ഇപ്പോൾ 2 ആറ്റംസ് ചേർന്നിട്ട് അവിടെ ഒരു കോവാലൻ്റ് ബോണ്ട് ഉണ്ടാവും നമുക്കറിയാം. പക്ഷെ അവിടെ എങ്ങനെയാണ് ആ ബോണ്ട് ഉണ്ടാവുന്നത്, അതൊക്കെയാണ് നമ്മൾ ഈ വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് പറയുന്നത്. അതായത് അങ്ങനെ ഒരു ബോണ്ട് ഉണ്ടാവണമെങ്കിൽ ഈ പറയുന്ന ആറ്റംസിൻ്റെ ഓർബിറ്റൽസ് ഉണ്ടാവുമല്ലോ, ആ ഓർബിറ്റൽ S, P, D, F അങ്ങനത്തെ ഓർബിറ്റൽസ് ഉണ്ടല്ലോ. സോ ഇവരിൽ എന്തായിരിക്കും? ഹാഫ് ഫിൽഡ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഓവർലാപ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള വാലൻസ് ബോണ്ടുകൾ ഫോം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസ് ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കണം ഇരിക്കേണ്ടത്. പിന്നെ ഓവർലാപ്പിംഗ് എത്രത്തോളം കൂടുമോ അത്രത്തോളം സ്ട്രോങ്ങർ ആയിരിക്കും ബോണ്ട് എന്നൊക്കെയാണ് ഇതിൽ പറഞ്ഞു വരുന്നത്. സോ ഇതിലുള്ള കുറച്ച് പോയിന്റ്സ് ഒക്കെ നോക്കി വരാം. ഇപ്പോൾ പറഞ്ഞ ഓർബിറ്റൽ ഓവർലാപ്പ് കോൺസെപ്റ്റ് നോക്കാം. എന്താണ്? ഇൻ ദി ഫോർമേഷൻ ഓഫ് ഹൈഡ്രജൻ മോളിക്യൂൾ ദർ ഈസ് എ മിനിമം എനർജി സ്റ്റേറ്റ് വെൻ 2 ഹൈഡ്രജൻ ആറ്റംസ് ആർ സോ നിയർ ദാറ്റ് ദെയർ അറ്റോമിക് ഓർബിറ്റൽസ് അണ്ടർഗോ
പാർഷ്യൽ ഇൻ്റർപെനിട്രേഷൻ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ ഹൈഡ്രജൻ മോളിക്യൂൾ നമ്മൾ എടുക്കുകയാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻസ് ചേർന്നിട്ടാണ് ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ഫോം ചെയ്യുന്നത്. സോ ഈ 2 ഹൈഡ്രജൻ ഇങ്ങനെ അടുത്തടുത്ത് വന്നാൽ പോലും പെട്ടെന്ന് ബോണ്ട് അങ്ങ് ഫോം ചെയ്യത്തില്ല. അവർക്കൊരു മിനിമം എനർജി സ്റ്റേറ്റ് അറ്റൈൻ ചെയ്യണം. എന്നാൽ മാത്രമേ ഇവരുടെ അറ്റോമിക് ഓർബിറ്റൽസിന് ഒരു ഓവർലാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ മാത്രമേ ഇലക്ട്രോൺസ് അവിടെ ഷെയറിംഗ് നടന്നിട്ട് അവിടെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുന്നുള്ളൂ. ദിസ് പാർഷ്യൽ മെർജിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ഈസ് കോൾഡ് ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വിച്ച് റിസൾട്ട്സ് ഇൻ ദി പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ്. ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പ് ഡിസൈഡ്സ് ദ സ്ട്രെങ്ത് ഓഫ് എ കോവാലന്റ് ബോണ്ട്. എത്രത്തോളം ഓവർലാപ്പ് നടക്കുന്നു അത്രത്തോളം ആ കോവാലന്റ് ബോണ്ട് സ്ട്രെങ്തും കൂടുതലായിരിക്കും. ഇൻ ജനറൽ ഗ്രേറ്റർ ദി overlap കൂടുതലാണെങ്കിൽ the stronger is the bond formed between two atoms. Therefore, according to orbital overlap concept, the formation of a covalent bond between two atoms results by pairing of electrons present in the valence shell having opposite spins. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെയാണ്, ഓപ്പോസിറ്റ് സ്പിന്നിലായിരിക്കുന്ന ഇലക്ട്രോൺസ്. പിന്നെ എന്താണ് ഫോർമേഷൻ ഓഫ് കോവാലന്റ് ബോണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പെയറിംഗ് ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ്. വാലൻസ് ഷെല്ലിൽ പെയറിംഗ് ഇലക്ട്രോൺസുകൾ തമ്മിലുള്ള പെയറിംഗ് ആണ്. ഇതെങ്ങനെയാണ് നടക്കുന്നത്? ബൈ ഓർബിറ്റൽ ഓവർലാപ്പിംഗ് കോൺസെപ്റ്റ് വെച്ചിട്ടല്ലേ. ഇനി ഇതിൽ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ബോണ്ട്സ് പറയുന്നുണ്ട്. അതായത് ഒരു കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യണമെങ്കിൽ അവിടെ നമ്മൾ അയോണിക് ബോണ്ടിലൊന്നും വരത്തില്ല, പക്ഷേ കോവാലന്റ് ബോണ്ടിൽ എപ്പോഴും ബോണ്ട് ഫോർമേഷൻ എന്ന് പറയുന്നത് ഡയറക്ഷണൽ പ്രോപ്പർട്ടി ഉള്ളവരായിരിക്കും. അതായത് ഏതെങ്കിലും ഡയറക്ഷനിൽ വന്നിട്ട് ബോണ്ട് ഫോം ചെയ്യത്തില്ല അല്ലേ. അവർക്കൊരു പെർട്ടിക്കുലർ ഡയറക്ഷൻ റീച്ചായാൽ മാത്രമേ അവിടെ ഇലക്ട്രോൺസിൻ്റെ ഓറിയൻറ്റേഷനൊക്കെ പ്രോപ്പർ ആയതിനു ശേഷം അവിടെ ഈ പറയുന്ന ഓവർലാപ്പിങ്ങും അതുപോലെ ഇലക്ട്രോൺ ഷെയറിങ്ങും പിന്നെ അതിൻ്റെ ഫലമായിട്ട് ബോണ്ട് ഫോർമേഷൻ നടക്കത്തുള്ളൂ. ഇനി ഇതിൽ ഓവർലാപ്പിംഗ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് വെൻ ഓർബിറ്റൽസ് ഓഫ് ടു ഇതെല്ലാം വാലൻസ് ബോണ്ട് തിയറിക്കകത്ത് വരുന്ന കാര്യങ്ങളാണ്. വെൻ ഓർബിറ്റൽസ് ഓഫ് ടു ആറ്റംസ് കം ക്ലോസ് ടു ഫോം ബോണ്ട് ദെയർ ഓവർലാപ്പ് മേ ബി positive, negative or zero depending upon the sign and direction of orientation of amplitude of orbital wave function in space. ഇവിടെ പറയുന്നത് രണ്ട് ആറ്റംസിൻ്റെ ഓർബിറ്റൽസ് ഇതുപോലെ ഒരു ബോണ്ടിൽ എത്തുകയാണെങ്കിൽ അവരുടെ ഓവർലാപ്പ് ഒരു ബോണ്ടിന് വേണ്ടി പാകമാവുകയാണെങ്കിൽ അവരുടെ ഓവർലാപ്പിംഗ് പോസിറ്റീവ് ആവാം, നെഗറ്റീവ് ആവാം, സീറോ ആവാം, ഡിപ്പെൻഡിങ് ഓൺ ദി സൈൻ ആൻഡ് ഡയറക്ഷൻ ഓഫ് ഓറിയൻറ്റേഷൻ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓർബിറ്റൽ വേവ് ഫംഗ്ഷൻ ഇൻ സ്പേസ്. ഈ കാണിച്ചിരിക്കുന്നത് പോസിറ്റീവ്, നെഗറ്റീവ്, സീറോ, ഇതെല്ലാം ഓരോ എക്സാമ്പിൾ വെച്ച് കാണിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ് ആൻഡ് നേച്ചർ ഓഫ് കോവാലന്റ് ബോണ്ട്സ്. ദ കോവാലന്റ് ബോണ്ട് മേ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2 ടൈപ്സ് ഡിപ്പെൻഡിങ് അപ്പോൺ ദി ടൈപ്സ് ഓഫ് ഓവർലാപ്പിംഗ്. കോവാലന്റ് ബോണ്ടിനെ നമുക്ക് 2 തരത്തിൽ തിരിക്കാം ബേസ്ഡ് ഓൺ അവരുടെ ഓവർലാപ്പിംഗ് അനുസരിച്ചിട്ട്. ഒന്ന് സിഗ്മ ബോണ്ട്, 2 പൈ ബോണ്ട്. ഓക്കെ, സിഗ്മ ആൻഡ് പൈ ബോണ്ട്. സിഗ്മ ബോണ്ട് എന്ന് പറയുമ്പോൾ ദിസ് ടൈപ്പ് ഓഫ് കോവാലന്റ് ബോണ്ട് ഈസ് ഫോംഡ് ബൈ ദി എൻഡ് ടു എൻഡ് അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് ഓഫ് ബോണ്ടിങ് ഓർബിറ്റൽസ് അലോങ് ദി internuclear axis. This is called as head-on overlap or axial overlap. Head-on overlap അല്ലെങ്കിൽ axial overlap എന്ന് പറയുന്നതാണ് sigma bond. This can be formed by any one of the following types of combinations of atomic orbitals. Head-on എന്താണ് കൊളിഷൻ അല്ലെങ്കിൽ ഹെഡ് ഓൺ ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ ആക്സിയൽ ഓവർലാപ്പിംഗ് എന്നൊക്കെ പറയുമ്പോൾ കണ്ട ഇതിപ്പോൾ SS ഓർബിറ്റൽസ് തമ്മിലുള്ള ഓവർലാപ്പിംഗ് ആണെങ്കിൽ കണ്ട ഒരു S ഓർബിറ്റൽ മറ്റൊരു S ഓർബിറ്റൽ വന്നിട്ട് അവർ ഒരേ ആക്സിസിലാണ് അവരുടെ ബോണ്ടിങ് ഓവർലാപ്പിംഗ് വരുന്നത്. അതുപോലെ ഒരു S ഓർബിറ്റലും P ഓർബിറ്റലും തമ്മിൽ കാണിച്ചിട്ടുണ്ട്, അതും ഒരേ ആക്സിസിലാണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് സിഗ്മ ബോണ്ട് കിട്ടും. ഇനി PP ഓർബിറ്റൽസ്, 2 P ഓർബിറ്റൽസ് തമ്മിലുള്ള ഒരേ ആക്സിസിൽ വരുന്ന എന്താണ് ഇവർ ഹാഫ് ഫിൽഡ് ആയിരിക്കണം കേട്ടോ, ഹാഫ് ഫിൽഡ് ആയിരിക്കണം. അങ്ങനെയുള്ള അവരുടെ ഓവർലാപ്പിംഗ് ഉണ്ട്. ഇവിടെയും സിഗ്മ ബോണ്ട് തന്നെയാണ് വരുന്നത്. എന്നാൽ ഇനി പൈ ബോണ്ട് ആണെങ്കിൽ ഇൻ ദി ഫോർമേഷൻ ഓഫ് പൈ ബോണ്ട് ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓവർലാപ്പ് ഇൻ സച്ച് എ വേ ദാറ്റ് ദർ ആക്സിസ് റിമെയിൻ പാരലൽ ടു ഈച്ച് അതർ ആൻഡ് പെർപെൻഡിക്കുലർ ടു ദി ഇന്റർന്യൂക്ലിയർ ആക്സിസ്. അപ്പോൾ ഇവിടെ എന്താണ് തിരശ്ചീനമായിട്ടായിരുന്നെങ്കിൽ നമ്മുടെ പൈ ബോണ്ട് ഫോം ചെയ്യുമ്പോൾ ഈ പറയുന്ന ഓർബിറ്റൽസ് നേരെ എന്താവും, പാരലലാവും. ഓക്കെ, കണ്ടോ, ഇതുപോലെ പാരലലായിട്ട് വന്നിട്ടാണ് അവിടെ ഓവർലാപ്പിംഗ് സംഭവിക്കുന്നത്. ദ ഓർബിറ്റൽസ് ഫോംഡ് ഡ്യൂ ടു സൈഡ് വൈസ് ഓവർലാപ്പിംഗ് കൺസിസ്റ്റ് ഓഫ് 2 saucer type
ചാർജ്ഡ് ക്ലൗഡ്സ് എബവ് ആൻഡ് ബിലോ ദ പ്ലെയിൻ ഓഫ് ദി പാർട്ടിസിപ്പേറ്റിംഗ് ആറ്റംസ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് എന്താണ്, സൈഡ് ടു സൈഡ് ഓവർലാപ്പിംഗ് ആണ് നടക്കുന്നത്. മറ്റേടത്താണെങ്കിൽ ഹെഡ് ടു ഹെഡ് ഓവർലാപ്പിംഗ്. ഇനി സ്ട്രെങ്ത് ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് നോക്കി വയ്ക്കുക. ബേസിക്കലി ദ സ്ട്രെങ്ത് ഓഫ് എ ബോണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ്. എത്രത്തോളം ഓവർലാപ്പിംഗ് ആണോ അത്രത്തോളം ബോണ്ട് സ്ട്രെങ്ത് കൂടും എന്നാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇൻ കേസ് ഓഫ് സിഗ്മ ബോണ്ട് ദ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് ടേക്സ് പ്ലേസ് ടു എ ലാർജർ എക്സ്റ്റെൻറ്റ്. സിഗ്മ ബോണ്ടിലാണെങ്കിൽ ഓവർലാപ്പിംഗ് ഓഫ് ഓർബിറ്റൽസ് എങ്ങനെയായിരിക്കും, ഭയങ്കരമായിട്ട് നടക്കും. ഹെൻസ് ഇറ്റ് ഈസ് സ്ട്രോങ്ങർ ആസ് കമ്പയർഡ് ടു ദി പൈ ബോണ്ട്. അതുകൊണ്ട് തന്നെ ഇവർ പൈ ബോണ്ടിനേക്കാളും സ്ട്രോങ്ങർ ആയിരിക്കും. വേറെ ദ എക്സ്റ്റെൻറ്റ് ഓഫ് ഓവർലാപ്പിംഗ് ഒക്കേഴ്സ് ടു എ സ്മോളർ എക്സ്റ്റെൻറ്റ്. കാരണം പൈ ബോണ്ടിനകത്ത് ജസ്റ്റ് സൈഡ് മാത്രമേ എന്താവുന്നുള്ളൂ, അവിടെ ഓവർലാപ്പ് ചെയ്യുന്നുള്ളൂ. ഫർദർ ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു നോട്ട് ദാറ്റ് ഇൻ ദ ഫോർമേഷൻ ഓഫ് മൾട്ടിപ്പിൾ ബോണ്ട്സ് ബിറ്റ്വീൻ ടു ആറ്റംസ് ഓഫ് എ മോളിക്യൂൾ പൈ ബോണ്ട് ഈസ് ഫോംഡ് ഇൻ അഡീഷൻ ടു സിഗ്മ ബോണ്ട്. അപ്പോൾ നമുക്ക് ആ സ്ട്രെങ്ത്തിൻ്റെ പോയിൻറ്റ്സ് നന്നായിട്ട് പഠിച്ചു വയ്ക്കാം. ഇനി ഹൈബ്രിഡൈസേഷൻ നോക്കാം. ഇൻ ഓർഡർ ടു എക്സ്പ്ലെയിൻ ദ ക്യാരക്ടറിസ്റ്റിക് ജോമെട്രിക്കൽ ഷേപ്സ് ഓഫ് പോളിയറ്റോമിക് മോളിക്യൂൾസ് ലൈക്ക് CH4, NH3 ആൻഡ് H2O എക്സെട്ര, പോളിംഗ് ഇൻട്രൊഡ്യൂസ്ഡ്. പോളിംഗ് എന്ന് പറയുന്ന ആളാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് എന്താണ്, ദ കോൺസെപ്റ്റ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. എന്തിനു വേണ്ടിയിട്ട്, ഇവരുടെ ജോമെട്രിക്കൽ ഷേപ്സിനൊക്കെ പറ്റി പറയാൻ തന്നെയാണ്. അക്കോർഡിംഗ് ടു ഹിം ദ അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ടു ഫോം ന്യൂ സെറ്റ്സ് ഓഫ് ഇക്വലൻ്റ് ഓർബിറ്റൽസ് നോൺ എസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ്. ഇപ്പോൾ എസ്, പി എന്നൊക്കെ പറയുന്ന ഓർബിറ്റൽസ് ഇല്ലേ, അറ്റോമിക് ഓർബിറ്റൽസ്, ഇവർ തമ്മിൽ അവരുടെ ഒരു ഇൻ്റർമിക്സിംഗ് ഒക്കെ നടക്കുമ്പോൾ നമുക്ക് SP ഹൈബ്രിഡൈസേഷൻ കിട്ടും, SP2 ഹൈബ്രിഡൈസേഷൻ കിട്ടും, SP3 ഹൈബ്രിഡൈസേഷൻ കിട്ടും അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള അറ്റോമിക് ഓർബിറ്റൽസിൻ്റെ മിക്സിംഗ് നടന്നതിന് ശേഷം കിട്ടുന്ന ഒരു ന്യൂ സെറ്റ് ഓഫ് ഓർബിറ്റൽസിനെയാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് എന്ന് പറയുന്നത്. അൺലൈക്ക് പ്യുവർ ഓർബിറ്റൽസ് ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ യൂസ്ഡ് ഇൻ ബോണ്ട് ഫോർമേഷൻ. ഇങ്ങനെയുള്ള ഈ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആണ് ശരിക്കും ബോണ്ടിങ്ങിൽ ഏർപ്പെടുന്നത്. ദിസ് ഫിനോമിനൻ ഈസ് നോൺ എസ് ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അങ്ങനെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നു, ഇവർ ബോണ്ട് ഫോർമേഷനിൽ പങ്കെടുക്കുന്നു. അത്തരത്തിലുള്ള ഫിനോമിനനാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. Which can be defined as the process of intermixing of the orbitals of slightly different energies so as to redistribute their energies, resulting in the formation of a new set of orbitals of equivalent energies and shape. അപ്പോൾ ഏകദേശം അടുത്തടുത്തുള്ള എന്നാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള എനർജീസ് ഉള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ഇൻ്റർമിക്സിങ് നടക്കും. അങ്ങനെ നടന്നതിന് ശേഷം എന്ത് പറ്റുകയാണ്, അവരുടെ എനർജീസ് ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. അപ്പോൾ കിട്ടുന്ന ഈക്വലൻ്റ് എനർജീസ് ആൻഡ് ഷേപ്പ് ആയിട്ടുള്ള പുതിയ ഓർബിറ്റൽസ്, പുതിയ ഹൈബ്രിഡ് ഓർബിറ്റൽസ് നമുക്ക് അവിടെ ഫോം ചെയ്യും. സോ ഈ ഒരു പ്രോസസ്സ്, ഈ ഇൻ്റർമിക്സിങ് നടക്കുന്ന പ്രോസസ്സിൻ്റെ പേരാണ് ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ 1,2s ഓർബിറ്റൽ, ഫോർ എക്സാമ്പിൾ when 1,2s and 3,2p orbitals of carbon hybridize, there is the formation of 4 new sp3 hybrid orbitals. ഒരു 2s ഓർബിറ്റലും അതുപോലെ 3 2p ഓർബിറ്റലും, ഒരു 2s ഓർബിറ്റൽ, ഓക്കെ, ഒരു 2s ഓർബിറ്റലും 3 2p ഓർബിറ്റലും കൂടെ ചേർന്നിട്ട് ഓഫ് കാർബൺ ഹൈബ്രിഡൈസ് ദർ ഈസ് എ കോമൺ ഫോർമേഷൻ ഓഫ് എന്താണ്, അപ്പം നമുക്ക് കിട്ടുന്നത് 4 sp3 ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഇവിടെ നിന്ന് ഫോം ചെയ്യും. ഓക്കെ, ഇങ്ങനെ ഫോം ചെയ്യുന്ന പ്രോസസ്സാണ് ഹൈബ്രിഡൈസേഷൻ. സാലിയൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ. ദ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ ആർ: ഒന്ന്, ദ നമ്പർ ഓഫ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഈസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ഗെറ്റ് ഹൈബ്രിഡൈസ്ഡ്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് ആണോ ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത് അത്രയും നമ്പർ ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യും. കണ്ടോ, ഇവിടെ ഇപ്പോൾ ഒരു എസും 3 പിയും ആണ് ജോയിൻ ചെയ്തത് അല്ലേ. സോ അവിടെ കൂട്ടി വരുമ്പോഴത്തേക്കും 4 പലതരത്തിൽ നമുക്കവിടെ ഹൈബ്രിഡ് ഓർബിറ്റൽസ് കിട്ടും. അവരുടെ എണ്ണം എന്ന് പറയുന്നത് ഇവരെത്ര പേര് ചേർന്നിട്ടുണ്ടോ അത്രയും എണ്ണം ഹൈബ്രിഡ് ഓർബിറ്റൽസ് അവിടെ ഫോം ചെയ്യണം. സോ അതൊന്ന്. രണ്ടാമത്തെ പോയിന്റ്, ദ ഹൈബ്രിഡൈസ്ഡ് ഓർബിറ്റൽസ് ആർ ഓൾവേസ് ഈക്വലൻ്റ് ഇൻ എനർജി ആൻഡ് ഷേപ്പ്. അവർ വന്ന് ഇൻ്റർമിക്സിങ് നടക്കുന്നത് തന്നെ അവരുടെ എനർജി സ്റ്റേറ്റിൻ്റെ ആ ഡിഫറൻസ് മാറ്റി ഇക്വലൻസി കൈവരിക്കാൻ വേണ്ടിയിട്ടാണ്. സോ ഹൈബ്രിഡ് ഓർബിറ്റൽസ് എപ്പോഴും എങ്ങനെയായിരിക്കും, അവരുടെ ഷേപ്പിലും എനർജിയിലും ഇക്വലൻ്റ് ആയിരിക്കും. മൂന്നാമത്തെ പോയിന്റ്, ദ ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ മോർ ഇഫക്റ്റീവ് ഇൻ ഫോമിങ് സ്റ്റേബിൾ ബോണ്ട്സ് ദാൻ ദ പ്യുവർ അറ്റോമിക് ഓർബിറ്റൽസ്. ഹൈബ്രിഡ് ഓർബിറ്റൽസിൽ ബോണ്ടുകൾ എങ്ങനെയായിരിക്കും, വളരെയധികം സ്റ്റേബിൾ ആയിരിക്കും. നാലാമത്തെ പോയിന്റ്, ദീസ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ഡയറക്റ്റഡ് ഇൻ സ്പേസ് ഇൻ സം പ്രിഫേർഡ് ഡയറക്ഷൻ ടു ഹാവ് മിനിമം റിപ്പൽഷൻ ബിറ്റ്വീൻ
electron pairs and thus a stable arrangement. Therefore, the type of hybridization indicates the geometry of the molecules. അപ്പോൾ ഇവരുടെ ഓറിയൻറ്റേഷൻ എങ്ങനെയായിരിക്കും? വളരെയധികം റിപ്പൽഷൻ മിനിമൈസ് ചെയ്ത് സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യുന്ന തരത്തിലുള്ള ഓറിയൻറ്റേഷൻ ആയിരിക്കും ഇവർക്കുള്ളത്. സോ ഈ ടൈപ്പ് ഓഫ് ഹൈബ്രിഡൈസേഷനിൽ നമുക്ക് മോളിക്യൂൾസിൻ്റെ ജോമെട്രി, അവരുടെ സ്പേഷ്യൽ ഓറിയൻറ്റേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവരുടെ ജോമെട്രിയും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ. ഇമ്പോർട്ടൻറ്റ് കണ്ടീഷൻസ് ഫോർ ഹൈബ്രിഡൈസേഷൻ: ഒന്ന്, ദ ഓർബിറ്റൽസ് പ്രസൻറ്റ് ഇൻ ദി വാലൻസ് ഷെൽ ഓഫ് ദി ആറ്റം ആർ ഹൈബ്രിഡൈസ്ഡ്. വാലൻസ് ഷെല്ലിലുള്ള വാലൻസ് ഷെല്ലിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഓർബിറ്റൽസ് ഇല്ലേ, അവരാണ് ഹൈബ്രിഡൈസേഷനിൽ പങ്കെടുക്കുന്നത്. ദ ഓർബിറ്റൽസ് അണ്ടർഗോയിങ് ഹൈബ്രിഡൈസേഷൻ ഷുഡ് ഹാവ് ഓൾമോസ്റ്റ് ഈക്വൽ എനർജിയിലുള്ള ഓർബിറ്റൽസ് ആണ് ഈ പറയുന്ന ഫിനോമിനലിൽ കയറുന്നത്. പ്രൊമോഷൻ ഓഫ് ഇലക്ട്രോൺ ഈസ് നോട്ട് എസെൻഷ്യൽ കണ്ടീഷൻ പ്രയർ ടു ഹൈബ്രിഡൈസേഷൻ. ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ഓൺലി ഹാഫ് ഫിൽഡ് ഓർബിറ്റൽസ് പാർട്ടിസിപ്പേറ്റ് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഇൻ സം കേസസ് ഈവൻ ഫിൽഡ് ഓർബിറ്റൽസ് ഓഫ് വാലൻസ് ഷെൽ ടേക്ക് പാർട്ട് ഇൻ ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, ഇവിടെ ഹാഫ് ഫിൽഡ് തന്നെ ആവണമെന്നില്ല, ഫിൽഡ് സ്റ്റേറ്റിലും വരാം. ഇനി ടൈപ്സ് ഓഫ് ഹൈബ്രിഡൈസേഷൻ: sp ഹൈബ്രിഡൈസേഷൻ, sp2 ഹൈബ്രിഡൈസേഷൻ, sp3 ഹൈബ്രിഡൈസേഷൻ, sp3d ഹൈബ്രിഡൈസേഷൻ, sp3d2 ഹൈബ്രിഡൈസേഷൻ. ഇത്രയാണ് നമുക്കിവിടെ നോക്കാനുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് sp ഹൈബ്രിഡൈസേഷൻ നോക്കാം. This type of hybridization involves the mixing of one s orbital and one p orbital അല്ലേ, ഒരു എസും ഒരു പിയും ഓർബിറ്റൽസ് മിക്സ് ചെയ്തിട്ട് ഉണ്ടാവുന്ന കോമ്പിനേഷനാണ് sp ഹൈബ്രിഡ് ഓർബിറ്റൽസ്. അപ്പോൾ ഇവിടെ ദ സ്യൂട്ടബിൾ ഓർബിറ്റൽസ് ഫോർ sp ഹൈബ്രിഡൈസേഷൻ ആർ, ഏതൊക്കെ ഓർബിറ്റൽസ് ആയിരിക്കും? എസും പിയും ആണെന്ന് പറഞ്ഞു. പിയിൽ തന്നെ പി എക്സ്, പി വൈ, പി ഇസഡ് ഒക്കെ ഉണ്ടല്ലോ. സോ അതിൽ പി ഇസഡ് എന്നാണ് ഇവർ പറയുന്നത്, എസും പി ഇസഡും. ഇഫ് ദി ഹൈബ്രിഡ് ഓർബിറ്റൽസ് ആർ ടു ലൈ അലോങ് ദി ഇസഡ് ആക്സിസ്. ഓക്കെ, ഇസഡ് ആക്സിസിലാണ് ലൈ ചെയ്യുന്നതെങ്കിൽ നമുക്ക് പറയാം എസും പി ഇസഡും. എക്സ് ആക്സിസിലാണെങ്കിൽ എസ് ഓർബിറ്റലും പി എക്സ് ഓർബിറ്റലും. വൈ ആക്സിസിലാണെങ്കിൽ എസും പി വൈ ഓർബിറ്റലും. Each sp hybrid orbital has 50% s character and 50% p character. എത്ര ക്യാരക്ടേഴ്സ് ആണ് ഇവിടെ വരുന്നതെന്ന് നോക്കുക. 50% ആയിരിക്കും s character, 50% ആയിരിക്കും p character. Such a molecule in which the central atom is sp hybridized and linked directly to two other central atoms possess linear geometry. ഇവിടുത്തെ geometry linear geometry ആയിരിക്കും. This type of hybridization is also known as diagonal hybridization. ഇതിൻ്റെ മറ്റൊരു പേരാണ് diagonal hybridization. The two sp hybrids point in the opposite direction along the z-axis with the projecting positive. Okay, ഇത് വേണ്ട. അടുത്ത ഇനി എക്സാമ്പിൾസ് ആണ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ബെറിലിയം ക്ലോറൈഡ് BeCl2ൻ്റെ എക്സാമ്പിൾ ഏതിലാണ് വരുന്നത്? sp ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. അതുപോലെ ഇവിടുത്തെ ബോണ്ട് ആംഗിളൊക്കെ പറയുന്നുണ്ട്. സമയമുണ്ടെങ്കിൽ നിങ്ങൾ NCERT മുഴുവൻ ഇരുന്ന് വായിക്കാം. എവിടെ നിന്നൊക്കെയാണ് നമുക്ക് ക്വസ്റ്റ്യൻ വരികയെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അടുത്ത് പറയുന്നത് sp2 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ എന്തായിരിക്കും? ഇൻ്റർമിക്സിങ് ഓഫ് രണ്ട് പി ഓർബിറ്റൽസും അതുപോലെ ഒരു എസ് ഓർബിറ്റൽ അല്ലേ, 1 എസ് ഓർബിറ്റലും പിന്നെ 2 പി ഓർബിറ്റൽസിൻ്റെയും മിക്സിംഗ് ആണ് sp2 ഹൈബ്രിഡൈസേഷനിൽ വരുന്നത്. എക്സാമ്പിൾ BCl3. BCl3 ആണ് കേട്ടോ. പിന്നെ ഇവിടുത്തെ എന്താണ് ഇത് ജോമെട്രി ട്രൈഗണൽ പ്ലാനാർ ബോണ്ട് ആംഗിളൊക്കെ പറയുന്നുണ്ട്. അടുത്തത് sp3 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ എന്തായിരിക്കും? sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു എസ് ഓർബിറ്റലും 3 പി ഓർബിറ്റൽസും ആയിരിക്കും. പിന്നെ ഇവിടുത്തെ ക്യാരക്ടേഴ്സ് 25% എസ് ക്യാരക്ടറും 75% പി ക്യാരക്ടറും. പിന്നെ ബോണ്ട് ആംഗിൾ ജോമെട്രി ടെട്രാഹിഡ്രൺ ആണ് നോക്കുക. പിന്നെ എക്സാമ്പിൾ ഏതാണ് പറയുന്നത്? നമ്മളിപ്പോൾ sp3 അല്ലേ, sp3 വരുമ്പോഴത്തേക്കും NH3 മോളിക്യൂളിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അടുത്തത് ഹൈബ്രിഡൈസേഷൻ ഓഫ് sp3യിൽ ഓക്കെ കുറച്ച് C2H6, C2H4 ഇങ്ങനത്തെ കുറച്ച് ഹൈഡ്രോ കാർബൺസിൻ്റെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇത് ഒന്ന് നോക്കി വയ്ക്കുക. പരീക്ഷയ്ക്ക് ഇതിൽ നിന്ന് ഇങ്ങനെ ഡയറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അന്ന് ചോദിച്ച ക്വസ്റ്റ്യൻ C2H2. ഓക്കെ, C2H2 അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ഏതെന്നായിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ അതിൽ C2H2 എന്നായിരുന്നില്ല ചോദിച്ചത്. ആ വേർഡ് വന്നിട്ട് അസറ്റിലീൻ എന്നായിരുന്നു. അസറ്റിലീൻ മോളിക്യൂൾ ഹാസ് കാർബൺ ഇൻ ഏത് ഹൈബ്രിഡൈസേഷൻ? sp ഹൈബ്രിഡൈസേഷൻ ആണോ, sp2 ഹൈബ്രിഡൈസേഷൻ
ഹൈബ്രിഡൈസേഷൻ ആണോ, sp3d ആണോ, sp3 ആണോ, ഇങ്ങനെയായിരുന്നു ക്വസ്റ്റ്യൻ വന്നിരുന്നത്. സോ ഇവിടെ നിന്ന് വന്നതാണ് C2H6 എന്ന് പറയുമ്പോഴത്തേക്കും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. C2H6 എന്ന് പറയുന്നത് എന്താണ്, ഈഥീൻ മോളിക്യൂൾ, C2H6 എന്ന് ഈഥെയിൻ മോളിക്യൂൾസ് ആണ് C2H6 ഈഥെയിൻ മോളിക്യൂൾസ്. അതുപോലെ C2H4 എന്ന് പറയുമ്പോൾ ഈഥീൻ മോളിക്യൂൾ ആണ്. അതിൻ്റെ മറ്റു പേരുകൾ എഥിലീൻ എന്നും പറയും. എഥിലീനോ എന്നൊക്കെ പറയുന്നത് ഈഥീൻ മോളിക്യൂൾ ആണ്. sp2 ഹൈബ്രിഡൈസേഷൻ ആണ് വരുന്നത്. ബോണ്ട് ആംഗിളൊക്കെ നോക്കി വയ്ക്കുക. അടുത്ത് പറയുന്നത് C2H2, ഇതാണ് ഞാൻ പറഞ്ഞ ഈഥൈൻ മോളിക്യൂൾ അല്ലെങ്കിൽ എന്താണ് അസറ്റിലീൻ മോളിക്യൂൾ. വേറെ പേര് ഈഥൈൻ, അസറ്റിലീൻ, നാർസലിൻ, വിനൈലിൻ, ഇതൊക്കെ ഈ പറയുന്ന C2H2 ആണ്. സോ ഡയറക്റ്റായിട്ട് ഈഥൈനിൻ്റെ തന്നെ ചോദിക്കണമെന്നില്ല, അല്ലെങ്കിൽ C2H2ൻ്റെ എന്ന് പറഞ്ഞ് ചോദിക്കണമെന്നില്ല. നമുക്ക് അതിൻ്റെ മറ്റു പേരുകളിൽ നിന്ന് വേണമെങ്കിൽ എടുത്തിട്ട് ചോദിക്കാം. ഇപ്പോൾ പരീക്ഷയ്ക്ക് വന്നത് അസറ്റിലിൻ, ഡയറി ഫാമിൻ്റെ പരീക്ഷയ്ക്ക് വന്നത് അസറ്റിലിൻ എന്ന് പറയുന്ന കോമ്പൗണ്ടിലെ ഹൈബ്രിഡൈസേഷൻ എന്താണെന്നായിരുന്നു. സോ ആൻസർ ഈസ് sp ഹൈബ്രിഡൈസേഷൻ. ഓക്കെ, അതാണ്ട് ഈ ഒരു ടേബിൾ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, പഠിച്ചു വയ്ക്കുക. ഷേപ്പ് ഓഫ് അയോൺസ്, ഷേപ്പ് ഓഫ് മോളിക്യൂൾസ് സ്ക്വയർ പ്ലനാർ ആണെങ്കിൽ അതിൻ്റെ ഹൈബ്രിഡൈസേഷൻ ടൈപ്പ് എന്താണ്, അതിൽ ഇൻ്റർമിക്സിങ് ആവുന്ന അറ്റോമിക് ഓർബിറ്റൽസ് ഏതൊക്കെയാണ്, എക്സാമ്പിൾസും നോക്കി വയ്ക്കാം. അങ്ങനെ PCl5 എക്സാമ്പിൾ വരുന്നത് sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. sp3d ഹൈബ്രിഡൈസേഷൻ ആണ്. ഇവിടെ എന്തൊക്കെയാണ്, ഒരു s ഓർബിറ്റൽ, 3 p ഓർബിറ്റൽ, ഒരു d ഓർബിറ്റൽ ആണ് sp3d ഹൈബ്രിഡൈസേഷൻ തരുന്നത്. ട്രയഗണൽ ബൈപിരമിഡൽ ഷേപ്പ്, എക്സാമ്പിൾ PCl5. ഇനി SF6 ആണെങ്കിൽ എന്തായിരിക്കും, അതിൽ sp3d2 ആണ് വരുന്നത് ഹൈബ്രിഡൈസേഷൻ. സോ 1s, 3 p ഓർബിറ്റൽ, പിന്നെ 2 d ഓർബിറ്റൽസ്, ഇത്രയും ചേർന്നിട്ടാണ് sp3d2 ഹൈബ്രിഡൈസേഷൻ വരുന്നത്. ഇനി മോളിക്കുലർ ഓർബിറ്റൽ തിയറി ഉണ്ട്. ഇത് ഡെവലപ്പ് ചെയ്തത് ഹണ്ടും RS മുല്ലിക്കനുമാണ് കണ്ടുപിടിച്ചത്, പ്രപ്പോസ് ചെയ്തത്. പിന്നെ അതിൻ്റെ സാലൻറ്റ് ഫീച്ചേഴ്സ് നോക്കാം. ഒന്ന്, ദ ഇലക്ട്രോൺസ് ഇൻ എ മോളിക്യൂൾ ആർ പ്രസൻറ്റ് ഇൻ ദി വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ് ആസ് ദി ഇലക്ട്രോൺസ് ഓഫ് ആറ്റംസ് ആർ പ്രസൻറ്റ് ഇൻ ദി വേരിയസ് അറ്റോമിക് ഓർബിറ്റൽസ്. നമ്മുടെ ഒരു മോളിക്യൂളിലെ ഇലക്ട്രോൺസ് എവിടെയാണ് പ്രസൻ്റ് ആയിരിക്കുന്നത്, പലതരത്തിലുള്ള അതിലെ മോളിക്കുലർ ഓർബിറ്റൽസിലാണ് ഇലക്ട്രോൺ. ഒരു മോളിക്യൂൾ എടുക്കുകയാണെങ്കിൽ ഇലക്ട്രോൺസ് മോളിക്കുലർ ഓർബിറ്റൽസിലാണെന്ന് പറയാം. കാരണം നമ്മൾ ആറ്റത്തിനകത്ത് ഇലക്ട്രോൺസ് എവിടെയാണ് കാണുന്നത്, അറ്റോമിക് ഓർബിറ്റൽസ് എന്ന് പറഞ്ഞില്ലേ, SPDF അറ്റോമിക് ഓർബിറ്റൽസ്. അതുപോലെ ഇലക്ട്രോൺസ് ഒരു മോളിക്യൂളിൻ്റെ കേസിൽ പറയുമ്പോൾ നമ്മൾ എന്ത് പറയും, മോളിക്കുലർ ഓർബിറ്റൽ. നമ്മളിപ്പോൾ മോളിക്കുലർ ഓർബിറ്റൽ തിയറിയല്ലേ നമ്മൾ പഠിക്കുന്നത്. ഇത്രയും നേരം നമ്മൾ ആറ്റംസിൻ്റെയും ബോണ്ടിൻ്റെയും കാര്യം പറഞ്ഞുകൊണ്ടിരുന്നു. ഇനി നമ്മളൊരു മോളിക്യൂളിൻ്റെ കാര്യത്തിലോട്ട് വരാണ്. സോ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ദ അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പാരബിൾ എനർജീസ് ആൻഡ് പ്രോപ്പർ സിമെട്രി കമ്പൈൻ ടു ഫോം മോളിക്കുലർ ഓർബിറ്റൽസ്. എങ്ങനെയാണ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുന്നത്, നമ്മൾ നേരത്തെ പഠിച്ചു കഴിഞ്ഞു. അറ്റോമിക് ഓർബിറ്റൽസ് ഏകദേശം സിമിലർ ആയിട്ടുള്ള എനർജീസ് ഉള്ള, അല്ലെങ്കിൽ ചെറിയൊരു വ്യത്യാസമുള്ള അറ്റോമിക് ഓർബിറ്റൽസ് തമ്മിൽ ചേർന്നിട്ടാണ് ഹൈബ്രിഡ് ഓർബിറ്റൽസ് ഒക്കെ ഉണ്ടാവുന്നതെന്ന് പറഞ്ഞില്ലേ. സോ അപ്പോൾ അവിടെ നമുക്ക് അതേ കാര്യം തന്നെ ഇവിടെ നമുക്ക് മോളിക്കുലർ ഓർബിറ്റൽസിൽ പറയാം. അറ്റോമിക് ഓർബിറ്റൽസ് ഓഫ് കമ്പാരബിൾ എനർജീസ് ആയിട്ടുള്ള അറ്റോമിക് ഓർബിറ്റൽസ് ചേർന്നിട്ട് കിട്ടുന്ന ആൾക്കാരാണ് മോളിക്കുലർ ഓർബിറ്റൽസ്. മൂന്നാമത്തെ പോയിന്റ്, വൈൽ ആൻ ഇലക്ട്രോൺ ഇൻ ആൻ അറ്റോമിക് ഓർബിറ്റൽ ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ വൺ ന്യൂക്ലിയസ്. ഒരു അറ്റോമിക് ഓർബിറ്റലിലെ ഇലക്ട്രോൺ എങ്ങനെയായിരിക്കും, ആറ്റം അല്ലേ, ആറ്റം ലെവൽ എന്ന് പറയുമ്പോൾ അവിടുത്തെ ഒരു ന്യൂക്ലിയസിനുമായിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആയിരിക്കും. ഇൻ എ മോളിക്കുലർ ഓർബിറ്റൽ ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ 2 or more nuclei ഡിപ്പെൻഡിങ് അപ്പോൺ ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ മോളിക്യൂൾ. ഒരു മോളിക്യൂളിനകത്ത് എത്ര ന്യൂക്ലിയസ് പ്രസൻറ്റ്, എത്ര ആറ്റംസ് പ്രസൻ്റ് ആണോ അത്രയും നമ്പർ ഓഫ് ന്യൂക്ലിയസും അവിടെ ഉണ്ടാവുമല്ലോ. സോ അത്രയും ന്യൂക്ലിയസിനെയും ഡിപ്പെൻഡ് ചെയ്യും ഒരു മോളിക്കുലർ ഓർബിറ്റലിലെ ഇലക്ട്രോൺസ്. Thus, an atomic orbital is monocentric while a molecular orbital is polycentric. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ചോദ്യത്തിന് പറ്റിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണിത്. അടുത്ത പോയിന്റ് എന്താണ്, ദ നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽ ഫോംഡ് ഈസ് ഈക്വൽ ടു ദി നമ്പർ ഓഫ് കമ്പൈനിങ് അറ്റോമിക് ഓർബിറ്റൽസ്. എത്ര അറ്റോമിക് ഓർബിറ്റൽസ് കമ്പൈൻ ചെയ്തോ അത്രയും നമ്പർ ഓഫ് മോളിക്കുലർ ഓർബിറ്റൽസ് കിട്ടും. വെൻ 2 atomic orbitals combine, 2 molecular orbitals are formed. 2 atomic orbitals കമ്പൈൻ ചെയ്യുമ്പോൾ 2 molecular orbitals കിട്ടും. One is known as bonding molecular orbital while the other is called anti-bonding molecular orbital. ഒന്ന് ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും രണ്ടാമത്തേത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും. അടുത്ത പോയിന്റ്, ദ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ ഹാസ് ലോവർ എനർജി ആൻഡ് ഹെൻസ് ഗ്രേറ്റർ സ്റ്റെബിലിറ്റി ദാൻ ദി കറസ്പോണ്ടിങ് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽ. ഓക്കെ, അപ്പം
മോളിക്കുലർ ഓർബിറ്റൽ ഫോം ചെയ്യുമ്പോൾ അവിടെ വരുന്ന ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലും നോക്കി വയ്ക്കുക. പിന്നെ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിന് എനർജി കുറവായിരിക്കും, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും ആരേക്കാളും, ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റലിനേക്കാളും. അടുത്തത്, ജസ്റ്റ് ആസ് ദി ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് എ ന്യൂക്ലിയസ് ഇൻ ആൻ ആറ്റം ഈസ് ഗിവൺ ബൈ ആൻ അറ്റോമിക് ഓർബിറ്റൽ, ദ ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ അറൗണ്ട് എ ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈ ഇൻ എ മോളിക്യൂൾ ഈസ് ഗിവൺ ബൈ എ മോളിക്കുലർ ഓർബിറ്റൽ. നമ്മൾ അറ്റോമിക് ഓർബിറ്റലിലാണെങ്കിൽ ജസ്റ്റ് ഒരു ന്യൂക്ലിയസിൻ്റെ ചുറ്റിലുള്ള ഇലക്ട്രോൺ പ്രോബബിലിറ്റിനെ പറ്റിയാണ് പറയുന്നത്. പക്ഷേ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുമ്പോൾ അവിടെ എത്ര ന്യൂക്ലിയസ് ഒരു മോളിക്യൂളിൽ പ്രസൻ്റ് ആയിട്ടുണ്ടോ അത്രയും ഗ്രൂപ്പ് ഓഫ് ന്യൂക്ലിയൈൻ്റെ ചുറ്റിലുള്ള ഇലക്ട്രോൺ പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനെ പറ്റിയാണ് ഇവിടെ ഡീൽ ചെയ്യുന്നത്. അടുത്ത പോയിന്റ്, ദ മോളിക്കുലർ ഓർബിറ്റൽസ് ലൈക്ക് അറ്റോമിക് ഓർബിറ്റൽസ് ആർ ഫിൽഡ് ഇൻ അക്കോർഡൻസ് വിത്ത് ദി ആഫ്ബ പ്രിൻസിപ്പിൾ ഒബേയിങ് ദ പോളിസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ ആൻഡ് ദി ഹൺസ് റൂൾ. ഈ റൂൾസ് എല്ലാം നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതേ അറ്റോമിക് സ്ട്രക്ചറും കാര്യങ്ങളും ആ ഒരു ഇനീഷ്യൽ ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച സമയം നമ്മൾ ഈ റൂൾസ് എല്ലാം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. സോ ഇവിടെയും മോളിക്കുലർ ഓർബിറ്റൽസ് ഫോം ചെയ്യുമ്പോഴും അറ്റോമിക് ഓർബിറ്റൽസ് ഫോം ചെയ്യുന്ന പോലെ തന്നെ റൂൾസ് എല്ലാം ഇവിടെയും അവർ ഒബേ ചെയ്യുന്നുണ്ട്, ബാധകമാണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഇനി നമുക്ക് അത്യാവശ്യമായിട്ട് നോക്കേണ്ടത് എനർജി ലെവൽ ഡയഗ്രാം ഫോർ മോളിക്കുലർ ഓർബിറ്റൽസ്. ഡയഗ്രാം ഒന്നും പഠിക്കേണ്ട, ജസ്റ്റ് ഇപ്പോൾ സിഗ്മ 1s എന്ന് കാണിക്കുന്നത് എന്താണ്, ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും സിഗ്മ സ്റ്റാർ കൊടുത്തിട്ട് 1s എന്ന് കാണിക്കുന്ന, അല്ലെങ്കിൽ ഏതായാലും 1s 2s എന്തോ ആവട്ടെ, സ്റ്റാർ കൊടുത്ത് കാണിക്കുന്നത് ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസും ആണെന്ന് നോക്കി വയ്ക്കുക. ഇതൊക്കെയാണ് ഡയഗ്രാംസ്. നമുക്കങ്ങനെ ഡയഗ്രാം വൈസ് ക്വസ്റ്റ്യൻസ് അധികം വരത്തില്ല, +2 ലെവൽ എക്സാം അല്ലേ. സോ നമുക്കിവിടെ ഈ ഓർഡറും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക. ദ ഇൻക്രീസിങ് ഓർഡർ ഓഫ് എനർജീസ് ഓഫ് വേരിയസ് മോളിക്കുലർ ഓർബിറ്റൽസ് ഫോർ ഓക്സിജൻ ആൻഡ് ഫ്ലൂറിൻ. ഓക്സിജനും അതുപോലെ ഫ്ലൂറിനും ഈ പറയുന്ന മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജി കൂടുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു ഓർഡർ ഇങ്ങനെ വേണം പോകാൻ. സിഗ്മ 1s, അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, അത് കഴിഞ്ഞിട്ട് സിഗ്മ സ്റ്റാർ 2s, ദെൻ സിഗ്മ 2pz, അതിനുശേഷം പൈ 2px ഈക്വൽ ടു പൈ 2py, ദെൻ പൈ സ്റ്റാർ 2px ഈക്വൽ ടു പൈ സ്റ്റാർ 2py. അതിനുശേഷമാണ് നമ്മളിവിടെ പറഞ്ഞ സിഗ്മ 2pz ഇല്ലേ, അതിൻ്റെ ആൻറ്റി ബോണ്ടിങ് വരത്തുള്ളൂ, സിഗ്മ സ്റ്റാർ 2pz വരത്തുള്ളൂ. എന്നാൽ ഇത് നമ്മളിപ്പോൾ ഓക്സിജനും ഫ്ലൂറിനും മാത്രമാണ് പറഞ്ഞത്. ഇനി ലിഥിയം, ബെറിലിയം, ബോറോൺ, കാർബൺ, നൈട്രജൻ ഇത്തരക്കാർക്കൊക്കെ വരുന്നത് വേറൊരു ഓർഡറാണ്. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. ഇതുവരെ കറക്റ്റാണ്. പക്ഷേ ഇവിടെ നേരത്തെ സിഗ്മ 2pz ആദ്യം വന്നു, ഇവിടെ സിഗ്മ 2pz പിന്നീടേ വരത്തുള്ളൂ. നോക്കിയേ, ആദ്യം പൈ 2px, പൈ 2py വന്നിട്ട് അതിനുശേഷം സിഗ്മ 2pz വന്നു, ദെൻ പൈ സ്റ്റാർ 2px, പൈ സ്റ്റാർ 2py വന്നു, അതിനുശേഷം സിഗ്മ സ്റ്റാർ 2pz വന്നു. ഓക്കെ, സോ ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ഓർഡർ ഈസ് ദാറ്റ് ദ എനർജി ഓഫ് സിഗ്മ 2pz മോളിക്കുലർ ഓർബിറ്റൽ ഈസ് ഹയർ ദാൻ ദാറ്റ് ഓഫ് പൈ 2px ആൻഡ് പൈ 2py മോളിക്കുലർ ഓർബിറ്റൽസ്. ഓക്കെ, ഇനി ഇതിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് മോളിക്കുലർ ബിഹേവിയർ, ഇവിടുത്തെ സ്റ്റെബിലിറ്റിയും കാര്യങ്ങളൊക്കെ നോക്കി വയ്ക്കുക. എന്താണ്, ഇഫ് NB ഈസ് ദി നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഓക്യുപ്പൈയിങ് ബോണ്ടിങ് ഓർബിറ്റൽസിലുള്ള ഇലക്ട്രോൺസിനെ കാണിക്കാൻ ഇലക്ട്രോൺസിൻ്റെ എണ്ണമാണ് നമ്മൾ NB എന്നും, പിന്നെ ആൻറ്റി ബോണ്ടിങ്ങിൽ കാണിക്കുന്ന ഇലക്ട്രോൺസ് ഏതാണ്, NA എന്നും കാണിച്ചു കഴിഞ്ഞാൽ ദ മോളിക്യൂൾ ഈസ് സ്റ്റേബിൾ ഇഫ് NB ഈസ് ഗ്രേറ്റർ ദാൻ NA. ആൻറ്റി ബോണ്ടിങ്ങിലുള്ള ഇലക്ട്രോൺസിനേക്കാളും കൂടുതൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ബോണ്ടിങ്ങിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ബോണ്ടിങ് ഓർബിറ്റൽസിൽ ഉണ്ടെങ്കിൽ അതിനായിരിക്കും സ്റ്റെബിലിറ്റി കൂടുതൽ. മറ്റേതാണെങ്കിൽ അൺസ്റ്റേബിൾ ആയിരിക്കും. എങ്ങനെയാണ്, NB കുറവും NA കൂടുതലും ആണെങ്കിൽ, ദ മോളിക്യൂൾ ഈസ് അൺസ്റ്റേബിൾ ഇഫ് NB ഈസ് ലെസ് ദാൻ NA. NB കുറവും NA കൂടുതലും ആണെങ്കിൽ മോളിക്യൂൾ അൺസ്റ്റേബിൾ ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ബോണ്ട് ഓർഡർ നമ്മൾ നേരത്തെയും പഠിച്ചു, ഇവിടെയും നോക്കി വയ്ക്കുക. ഈ ഒരു ഭാഗത്ത് നിന്ന് നമുക്ക് മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. ബോണ്ട് ഓർഡർ എന്താണ്? ബോണ്ട് ഓർഡർ ഈസ് ഡിഫൈൻഡ് ആസ് 1/2 ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പ്രസൻറ്റ് ഇൻ ദി ബോണ്ടിങ് ആൻഡ് ദ ആൻറ്റി ബോണ്ടിങ് ഓർബിറ്റൽസ്. ദാറ്റ് ഈസ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു NB മൈനസ് NA. ഓക്കെ, ഈ ബോണ്ടിങ് ഇലക്ട്രോൺസിൻ്റെ എണ്ണം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ഒരു കോൺഫിഗറേഷൻ, നമുക്കിപ്പോൾ ഒരു മോളിക്യൂൾ തന്നിരിക്കുകയാണ്, അതിൻ്റെ കോൺഫിഗറേഷൻ എഴുതുമ്പോൾ ഇങ്ങനെ വേണം എഴുതാം. സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s. അപ്പോൾ എസ്സിലൊക്കെ 2 2 2 വെച്ചിട്ട് പോകണം, പിയിലൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച്. ഓക്കെ, അപ്പോൾ നമ്മളെ എന്താണ്, ഇപ്പോൾ സിഗ്മ 1sലാണെങ്കിൽ സിഗ്മ എന്ന് മാത്രം കൊടുത്തിട്ടുള്ളതാണ് ഇവിടുത്തെ NB വരുന്നത്, ബോണ്ടിങ്
ബോണ്ടിങ്ങിൽ വരുന്നത്. അടുത്ത സിഗ്മ സ്റ്റാറിൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അവരെല്ലാം എണ്ണിപ്പറക്കി എടുക്കുമ്പോഴാണ് നമുക്ക് ആൻറ്റി ബോണ്ടിങ്ങിൽ വരുന്നത്. സോ അവരെ തമ്മിൽ മൈനസ് ചെയ്യുക, ഹാഫ് വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ കിട്ടുന്നതാണ് ബോണ്ട് ഓർഡർ. ഇതിൻ്റെ സിഗ്നിഫിക്കൻസ് വരുന്നത് ദ റൂൾസ് ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ് റിഗാർഡിംഗ് ദ സ്റ്റെബിലിറ്റി ഓഫ് ദി മോളിക്യൂൾ ക്യാൻ ബി റീസ്റ്റേറ്റഡ്. സ്റ്റെബിലിറ്റി എങ്ങനെ നമുക്ക് പറയാം? എ പോസിറ്റീവ് ബോണ്ട് ഓർഡർ, ഒരു പോസിറ്റീവ് ബോണ്ട് ഓർഡർ ആണ് കിട്ടുന്നതെങ്കിൽ ആറ്റം എന്തായിരിക്കും? സ്റ്റേബിൾ ആയിരിക്കും. നെഗറ്റീവ് ആണ് കിട്ടുന്നതെങ്കിൽ വൈൽ നെഗറ്റീവ് ഓർ എ സീറോ ബോണ്ട് ഓർഡർ മീൻസ് അൺസ്റ്റേബിൾ മോളിക്യൂൾ. സീറോ അല്ലെങ്കിൽ നെഗറ്റീവ് ആണ് കിട്ടുന്നത്, അതായത് NB കുറവും NA കൂടുതലുമാണ്, അല്ലെങ്കിൽ NB NA ഈക്വൽ ആണെങ്കിലൊക്കെ നമ്മുടെ മോളിക്യൂൾ എന്തായിരിക്കും? അൺസ്റ്റേബിൾ എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ 1-2 എക്സ്ട്രാ പോയിന്റ്സ്. നേച്ചർ ഓഫ് ദി ബോണ്ട്, ഇന്റഗ്രൽ ബോണ്ട് ഓർഡർ വാല്യൂസ് ഓഫ് 1, 2, 3 കറസ്പോണ്ട് ടു സിംഗിൾ, ഡബിൾ ഓർ ട്രിപ്പിൾ ബോണ്ട്സ് റെസ്പെക്റ്റീവ്ലി ആസ് സ്റ്റഡീഡ് ഇൻ ദി ക്ലാസിക്കൽ കോൺസെപ്റ്റ്. ബോണ്ട് ലെങ്ത് ആണെങ്കിൽ ദ ബോണ്ട് ഓർഡർ ബിറ്റ്വീൻ ടു ആറ്റംസ് ഇൻ എ മോളിക്യൂൾ മേ ബി ടേക്കൺ ആസ് an approximate measure of the bond length. The bond length decreases as bond order increases. Magnetic nature important ആണ് പഠിച്ചു വയ്ക്കുക. If all the molecular orbitals in a molecule are doubly occupied, the substance is diamagnetic, repelled by magnetic field. However, if one or more molecular orbitals are singly occupied, it is paramagnetic, attracted by magnetic field. Example, O2 molecule. പിന്നെ ഇതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ ഹൈഡ്രജൻ ആണെങ്കിൽ അതിൻ്റെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കാൻ നോക്കി. ഹൈഡ്രജനിൽ എത്രയാണ്? ഹൈഡ്രജൻ എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു ഇലക്ട്രോണേ ഉള്ളൂ. സോ ഇവിടെ 2 ഹൈഡ്രജൻ ആണുള്ളത്. സോ നമുക്കിവിടെ 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം ഈ ഒരു മോളിക്കുലർ ഓർബിറ്റൽ എഴുതുമ്പോൾ. അപ്പോൾ ഇവിടെ എന്തായിരിക്കും? സിഗ്മ 1s, എസ്സിൽ തന്നെ 2 പേരെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യുക അല്ലേ? സോ സിഗ്മ 1s2. ഇനി സിഗ്മ സ്റ്റാർ 1s2 എഴുതാനുള്ള ഇലക്ട്രോൺസ് ഇവിടെ ഇല്ല. സോ നമ്മൾ ബോണ്ട് ഓർഡർ എടുക്കുമ്പോൾ ഇവിടെ ബോണ്ടിങ് ഓർബിറ്റലിൽ എത്ര പേരാണുള്ളത്? ഇലക്ട്രോൺസ് 2 പേര്. സോ 2 മൈനസ് ആൻറ്റി ബോണ്ടിങ്ങിൽ ആരും തന്നെ ഇല്ല അല്ലേ? അപ്പോൾ നമ്മളിവിടെ ആൻറ്റി ബോണ്ടിങ്ങിൽ 0 എഴുതി, ഇൻറ്റു 1/2 അല്ലേ? സോ ഡിവൈഡ് ബൈ 2, ഹാഫ് ഇട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് 2 0 2, 2/2 1. സോ നമുക്കിവിടെ ബോണ്ട് ഓർഡർ 1 കിട്ടി. അതിൻ്റെ അർത്ഥം എന്താണ്? മോളിക്യൂൾ എക്സിസ്റ്റ് ചെയ്യുന്നു, സ്റ്റേബിൾ ആണ് എന്നാണ് അർത്ഥം. അതുപോലെ ഹീലിയം 2 എന്ന് കാണിച്ചിട്ടുണ്ട്. നമ്മൾ ഹീലിയം എന്ന് പറയുമ്പോഴത്തേക്കും അറ്റോമിക് നമ്പർ 2 ആണല്ലേ? സോ അതിനകത്ത് 2 ഇലക്ട്രോൺ ആണുള്ളത്. ഇവിടെ ഹീലിയത്തിൻ്റെ ഒരു മോളിക്യൂളാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് മീൻസ് 2 ഹീലിയം ആറ്റം ചേർന്നിട്ടുള്ള മോളിക്യൂളിൻ്റെ ബോണ്ട് ഓർഡറാണ് ചോദിച്ചിട്ടുള്ളത്. സോ മൊത്തം എത്രയാണ്? അവർക്ക് 2 ഇലക്ട്രോൺ വെച്ചിട്ട് 2 ആറ്റംസ് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഇലക്ട്രോൺസ്. സോ സിഗ്മ 1s2 കഴിഞ്ഞിട്ട് തീർന്നിട്ടില്ല, ഇനിയും 2 ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യണം. നമ്മൾ തൊട്ടടുത്ത സിഗ്മ സ്റ്റാർ 1s2 കൊടുക്കുകയാണ്. അപ്പോൾ ബോണ്ട് ഓർഡർ ചെയ്യുമ്പോഴത്തേക്ക് എന്ത് പറ്റും? 2 - 2 ഡിവൈഡഡ് ബൈ ഹാഫ്, ദാറ്റ് മീൻസ് 0. അപ്പോൾ He2 മോളിക്യൂൾ എന്താണ്? അൺസ്റ്റേബിൾ ആണ്. അതുകൊണ്ട് ഇവർ എക്സിസ്റ്റ് ചെയ്യോ? ഇല്ല, ഇറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ്. അങ്ങനെ കുറേ മോളിക്യൂൾസ് പറഞ്ഞിട്ടുണ്ട്. ലിഥിയം ഒക്കെ പറഞ്ഞിട്ടുണ്ട്. C2 കാർബണിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ്റെ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. കണ്ട π2px π2py ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇവിടെ 1 ഇട്ടാണ് പോയിട്ടുള്ളത്. ശ്രദ്ധിച്ച് നോക്കുക. സോറി, 1 അല്ല, ഇവിടെയും 2 തന്നെയാണ്. എത്രയാണോ ബാലൻസ് ഉള്ളത് അതിനനുസരിച്ച് അവരവിടെ സ്പ്ലിറ്റ് ചെയ്ത്, ഇപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് 2 ഇലക്ട്രോണിനെയാണ് ഇനി ഫില്ല് ചെയ്യാനുള്ളത്. സോ അതിനെ ഈക്വലി 1 ഇട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ നോക്കി പഠിക്കാം. പിന്നെ ഡയമാഗ്നറ്റിക് ആണോ പാരാമാഗ്നറ്റിക് ആണോ എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ. ഏകദേശം ഒന്ന് ഓടിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. NCERT ആണ് നമ്മുടെ മെയിൻ കേട്ടോ. NCERT തന്നെ നന്നായിട്ട് ഇതിൽ എന്തൊക്കെ എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ടോ, എന്തൊക്കെ പ്രോബ്ലംസ് പറഞ്ഞിട്ടുണ്ടോ എല്ലാം ഒന്ന് കവർ ചെയ്ത് പോവുക. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.